കടയിൽ കൊണ്ടുപോയ കൊച്ചു ചോക്ലേറ്റ് വലിച്ചു വരും. അതുകൊണ്ട് ഞാനെടുത്ത തീരുമാനം കൊച്ചിനെ കടയിൽ കൊണ്ടുപോകുന്നില്ല. കൊച്ചിന് നിരാശകളിൽ കൂടെ തന്നെ വളരണം. ഈ ADHD ഉള്ള കുട്ടികൾക്ക് പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ? ശ്രദ്ധയുണ്ടെങ്കിലല്ലേ പഠിച്ച് തീർക്കാൻ പറ്റുക. ശ്രദ്ധയുണ്ടെങ്കിലല്ലേ ഒരു ആൻസർ എഴുതി തീർക്കാൻ പറ്റും. ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ 100 ഒരു ശ്രദ്ധ വന്നു. മസ്റ്റായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന പോലെ നിർബന്ധമായി കുഞ്ഞുങ്ങളെ പുറത്തിറക്കി കളിക്കാൻ അനുവദിച്ചിരിക്കും. വയർത്ത് കുളിച്ച് കളിക്കുന്ന കുഞ്ഞുങ്ങളെ ചത്ത് കിടന്ന് ഉറങ്ങത്തുള്ളൂ. ബ്രെയിൻ അത്രയും ഒരു ഷട്ട് ഡൗൺ മോഡിലേക്ക് പോകത്തുള്ളൂ. ക്ഷമയോടുകൂടി സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ കുട്ടികളിലെ ADHD സിംറ്റംസ് കുറയത്തുള്ളൂ. നിങ്ങൾ ഇന്നലെ ആ കൊച്ചിനോട് തറയിലിരുന്ന് കളിച്ചോ? ആ കുഞ്ഞിന് ഒരു നേരം ബുക്ക് മറിച്ച് വെച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കഥ. ആ ഒരു പാത്രം ചോറ് കഴിപ്പിച്ച ശരീരം വളർത്തുമായിരിക്കും, പക്ഷേ ആ 20 മിനിറ്റ് കൊടുത്ത സ്ക്രീൻ കാരണം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് ആ തലച്ചോറിനെയാണ്. ഒരു ഡൈനിങ് ടൈം ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും കൂടെ നോക്ക്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിണ്ട്. 9 മാസം കഴിഞ്ഞ് അമ്മ പ്രസവിക്കാൻ വരും. കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോകാൻ, ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ? ഗ്രാൻഡ് പേരൻസിന്. ആ കൊച്ചിൻ്റെ എത്രയോ നല്ല സമയമാണ് ഇവിടെ പോകുന്നതെന്നുള്ളത്. പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇത്ര ബിസിയാണ്, എന്തിനാണ് നിങ്ങൾക്ക് പോകുന്നത്? ഞങ്ങൾ പല പേരൻസോട് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, വിർച്വൽ ഒട്ടിസം. ട്രെൻഡിങ് ടോപ്പിക്. കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. ഓട്ടിസം സ്ഥിരീകരിക്കണമെങ്കിൽ 3 വയസ്സിൽ കൊടുക്കും, പക്ഷേ അതിൻ്റെ റെഡ് ഫ്ലാഗ്സ് ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്കറിയാൻ പറ്റും. അവരെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ്, സോഷ്യൽ ഹ്യൂമൻ ബീങ്സിനെ ഇറക്കി വിടുക എന്നുള്ളത്. നാളത്തെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഡോക്ടർ HP ടോക്സ്. കുട്ടികളാണ് നമ്മുടെ ലോകം. മാനസികവും ശാരീരികവുമായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് ചുറ്റുമുള്ള ഓരോ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് കുട്ടികളുടെ വാശി, ഹൈപ്പർ ആക്ടിവിറ്റി, മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ADHD, ഒട്ടിസം പോലുള്ള അവസ്ഥകൾ, കുട്ടികളുടെ മറ്റ് വളർച്ചാ പ്രശ്നങ്ങളെല്ലാം. ഇന്ന് ഈ എപ്പിസോഡിൽ ഇതിൻ്റെ എല്ലാം പരിഹാരങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെയായിരിക്കണം ഒരു നല്ല പാരൻറ്റിങ് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോവുകയാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഒപ്പമുള്ളത്. ഡോക്ടർ റിൻസി വർഗീസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡെവലപ്മെൻറ്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിക്സ്, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, തിരുവല്ല. വെൽക്കം ഡോക്ടർ റിൻസി, വെൽക്കം ടു ഡോക്ടർ HP ടോക്സ്. താങ്ക് യു ഡോക്ടർ, മൈ പ്ലഷർ. ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള അവൻ്റെ ഓരോ വളർച്ചയും വളരെ ശ്രദ്ധയോടെ ആയിരിക്കും നമ്മൾ നോക്കി കാണുന്നത്. ഈ സമയം തന്നെയായിരിക്കും പാരൻസിനായിക്കോട്ടെ ബന്ധുക്കൾക്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ. എൻ്റെ മോൻ്റെ വളർച്ചയൊക്കെ നോർമലാണോ, അവൻ്റെ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും അവനില്ലല്ലോ, ഇങ്ങനെ ഓരോ ചിന്തകളായിരിക്കും. ആൻഡ് യു ആർ എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഇറ്റ്, സോ ഐ വിഷ് ടു സ്റ്റാർട്ട് ഫ്രം ദ. എന്താണ് ഒരു ഡെവലപ്മെൻറ്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിക്സിൽ ലേറ്റസ്റ്റ് അഡീഷൻ ഒരു ബേബി ഡിപ്പാർട്ട്മെൻറ്റാണ്. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു സബ് സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഒരു നിയർലി 8 to 9 years ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ DBP, ഡെവലപ്മെൻറ്റൽ ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻസ് ഡീൽ ചെയ്യുന്ന അസുഖങ്ങൾ പുതിയതൊന്നുമല്ല. എല്ലാ കാലത്തും ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ സെറിബ്രൽ പാൽസി, ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസ്, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ കയ്യിലേക്ക് വരാൻ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും നമ്മളത് പീഡിയാട്രീഷ്യൻസ് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ശിശുരോഗം എന്തിനേലും വാക്സിനേഷന് വേണ്ടിയോ എന്തിനൊക്കെ പോകുമ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, മൈൽ സ്റ്റോൺ എത്തിയിട്ടില്ലല്ലോ, അത് അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ പിന്നെ അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആയിരിക്കാം, സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റഡ് ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് വേണ്ടി ഓർത്തോപെഡിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കൂടുതൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി. അതിനപ്പുറം അവരുടെ തെറാപ്പി, അവരുടെ മുന്നോട്ടുള്ള ഒരു ഔട്ട്കമ്മിന് വേറെ റോൾ, അല്ലെങ്കിൽ ഈ കുട്ടികൾ മിക്കപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഒരു ന്യൂമോണിയായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും പിന്നെ ഇവരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 8-10 വർഷം മുമ്പ് വരെ ഈ കുട്ടികളുടെ റീഹാബിലിറ്റേഷനിലായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരുന്നത്. അതായത് ഇവരെ പുനരധിവസിപ്പിക്കുക. ആ കുട്ടികൾ എങ്ങനെയാണോ ജനിച്ചത് അവരുടെ അവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടികളിലാവുന്ന രീതിയിൽ എങ്ങനെയാണോ അത് ചിലപ്പം കണ്ടുപിടിക്കുന്നത് തന്നെ വളരെ ലേറ്റായിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് അവരെ കൊണ്ടാവുന്ന രീതിയിലേക്ക് ഒരു സ്പെഷ്യൽ സ്കൂളിലായിരിക്കാം, ഡിസബിലിറ്റി സ്പെഷ്യൽ സെൻറ്ററിലായിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കാം, എന്തായാലും ആ ഒരു ലെവലിലേക്കുള്ള റീഹാബിലിറ്റേഷനിലായിരുന്നു ഊന്നൽ. പക്ഷേ ഇപ്പോൾ അത് മാറി കൂടുതൽ ഹാബിലിറ്റേഷനിലേക്കാണ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തൊട്ടെന്ന് പറഞ്ഞു, കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് ബോണ്ട് തുടങ്ങുന്ന ഒരു പീഡിയാട്രിഷ്യനുമായിട്ടാണ്. ആ പീഡിയാട്രിഷ്യനായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആൾ ആ കുട്ടിയുടെ ഭാവി ഒരു പ്രെഡിക്റ്റ് ചെയ്യാനെങ്കിലും. ബെസ്റ്റ് ആളെന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിനപ്പുറം ആരുമില്ല. പക്ഷേ എന്നാലും ആ കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഉണ്ടായിരുന്ന റിസ്ക്കുകൾ എന്തായിരുന്നു, ആ കുഞ്ഞിൻ്റെ ഫാമിലി ഹിസ്റ്ററി കൂടുതൽ അറിയാവുന്ന ഒരാളും ആ കുഞ്ഞിൻ്റെ ഫാമിലിനെ കൂടുതൽ യൂണിഫൈ ചെയ്ത് ഏകോപിപ്പിച്ച് ഗൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. IAP അതൊരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് മാറ്റുകയും പീഡിയാട്രിഷ്യൻസ് അത് യൂണിഫൈ ചെയ്തോടെ നമ്മുടെ ഹാബിലിറ്റേഷൻ, അതായത് ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തോ
അല്ലെങ്കിൽ അതിനെ ഒന്ന് ബെറ്റർ ഔട്ട്കമ്മിലേക്ക് കൊണ്ടുവരാൻ. എല്ലാവരെയും ചിലപ്പോൾ ബെസ്റ്റാക്കി എടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ എന്നാലും വളരെ നല്ല ഒരു റിസൾട്ടിലേക്ക് വരുന്നുണ്ട്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഡെവലപ്മെൻറ്റൽ ആൻഡ് ബിഹേവിയർ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ബിഹേവിയർ, സ്വഭാവപരമായ ബുദ്ധിമുട്ടുകൾ. ഇതൊരു പുതിയ ശാഖ ആയതുകൊണ്ട് തന്നെ വളരെ വിരളമായി, ലെസ് ദാൻ 50 ആ റേഞ്ചിലുള്ള നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഓൾ പാൻ ഇന്ത്യയിലുള്ളൂ. ഞങ്ങൾ പീഡിയാട്രിക്സിൻ്റെ തന്നെ സബ് സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്, എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രേക്ഷകരുടെ അറിവിനായിട്ട് ചോദിക്കുകയാണ്, ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യണം, അവരുടെ വളർച്ചാ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കണം? ഇത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന നാഴികക്കല്ലുകൾ കുഞ്ഞിന് കിട്ടിയോ ഇല്ല. അപ്പോൾ നാഴികക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പം മിക്ക അമ്മമാരും, നമ്മുടെ ഇപ്പം അമ്മമാരൊന്നും പഴയതുപോലല്ല, ദേ ആർ വെരി എഡ്യൂക്കേറ്റഡ്, ഹൈ ഇൻഫോംഡ് മദേഴ്സാണ്. പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാവരുടെയും അവരുടെ ഹോൾ പ്രഗ്നൻസി കണ്ട് ദേ ആർ വെൽ ഇൻഫോംഡ്. ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നാഴികക്കല്ലുകൾ നമ്മൾ നോർമലി പീഡിയാട്രിഷ്യൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ജനിക്കുന്ന സമയത്തും പിന്നെ ഒരു 1.5 മാസം, 2.5 മാസം, 3.5 മാസം വാക്സിനേഷൻ സമയത്ത്, പിന്നെ 9-ാം മാസം, 1.5 വയസ്സ്, 2 വയസ്സെന്ന് പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് അവരെ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ഈ ഫാമിലിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അവർ കൊണ്ടുവന്ന വാക്സിനേഷൻ കാർഡിൽ അവർക്കത് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഏജ് അപ്രോപ്രിയേറ്റ് മൈൽ സ്റ്റോൺസ് പറഞ്ഞാൽ കുറേ നമുക്ക് അതിൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് മൈൽ സ്റ്റോൺസ് കാണാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വകയുള്ള MCP കാർഡ്, മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ്, മാതൃ ശിശു സംരക്ഷണ കാർഡിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ ഒരു വർഷം 0 to 3, 3 to 6, 6 to 9, 3 മാസം കൂടുമ്പോൾ എന്താണ് നിങ്ങളുടെ കുഞ്ഞിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക, അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡേഞ്ചറസ് റെഡ് ഫ്ലാഗ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞ് റെഡി കൊടുത്തിട്ടുണ്ട്. ഇത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ വീട്ടിലെന്താണ് ചെയ്തു കൊടുക്കണമെന്നുള്ള ഹോം ടിപ്സ് ഉൾപ്പെടെയുള്ളതാണ് MCP കാർഡ്. ഇപ്പോൾ പല മദേഴ്സും അത് നോക്കി നേരത്തെ തന്നെ, അത് 6 മാസമായ കുഞ്ഞ് ഇരിക്കണം, 9 മാസമായ കുഞ്ഞ് പിടിച്ച് നിൽക്കണം, ഇവർ അവെയറുമാണ്, ആയിട്ടില്ലെങ്കിൽ വരുന്നുമുണ്ട്. അപ്പം നാഴികക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രോഡ്ലി 4 ഡൊമൈനിലായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മുടെ കയ്യിൽ കിടത്തി തരുന്ന ഒരു കുഞ്ഞിനെ, നമ്മുടെ കൈവെള്ളയിലേക്ക് തരുന്ന ഒരു കുഞ്ഞ് കമന്ന് കഴുത്തുറച്ച് ഇരുന്ന് പിടിച്ച് നിന്ന് നടന്ന് ഓടിത്തുടങ്ങുന്ന ഒരു, അതായത് കാലുകൾ കൊണ്ട് ചെയ്യേണ്ട ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസ്. പിന്നെ കൈ കൊണ്ട് ചെയ്യേണ്ട എന്താ ഫൈൻ സ്കിൽസ് എന്ന് പറയും, മനുഷ്യനാക്കി വരുന്ന ഫൈൻ സ്കിൽസ് ആണല്ലോ. അപ്പോൾ 3 മാസം ആകുമ്പം കുഞ്ഞൊരു സാധനം ഏറ്റുപിടിക്കുന്നത്, 6 മാസം ആകുമ്പോൾ ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, 12 മാസം 1 വയസ്സാകുമ്പോഴത്തേക്കും കുഞ്ഞ് പെറുക്കിയെടുക്കുന്നത്, 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്ക്രിബിൾ ചെയ്യുന്നത്, ഇങ്ങനെ ഫൈൻ മോട്ടോർ സ്കിൽസും ഏജ് അപ്രോപ്രിയേറ്റഡ്. പിന്നെ വരുന്നത് 3-ാമത്തെ മേഖല അവരുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൈൽ സ്റ്റോൺസ് ആണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടും നമ്മൾ ബോധറായിട്ടിരിക്കുന്ന ഒരു മൈൽ സ്റ്റോണാണ്. അതായത് 3 മാസം വന്ന കുഞ്ഞ് ഒറ്റ സിലബിൾ മാ എന്ന് പറയുന്നത്, മാ എന്ന് ഒറ്റ വെച്ചായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിരിച്ച് കാണിക്കുമ്പോൾ ഒരു 6 മാസം ആകുമ്പോഴത്തെ പാ ഒരേ സിലബിൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ടാണ്. അമ്മ ഒരു 2-3 സിലബിൾ, സിലബിൾ കഴിയുമ്പോൾ ഒരു 2-3 കൺഫിഡൻസ് ഒരുമിച്ച്. 1 വയസ്സാകുമ്പോഴത്തേന് 1 മീനിങ് ഫുൾ വേർഡ് എന്നാണ് പറയുന്നത്, ഒറ്റ വാക്കെങ്കിലും അർത്ഥത്തോടെ. അമ്മ 2 വയസ്സാകുമ്പോഴത്തേന് നെക്സ്റ്റ് മൈൽ സ്റ്റോൺ പറഞ്ഞാൽ 2 വാക്ക് കൂട്ടി പറയുന്നു, അമ്മ, നോ, എന്ത് വയ്ക്കും. 3 വയസ്സാകുമ്പോഴത്തേന് 3 വേർഡ്. 4 വയസ്സാകുമ്പോഴത്തേന് പേര് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചാൽ ഫുള്ളായിട്ടല്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയുള്ള റെസ്പോൺസ്. അപ്പോൾ അത് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ്. 4-ാമത്തെ മേഖല എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സാമൂഹികമായി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹികമായി കുഞ്ഞ് ഇടപെടുന്നതും ഒരു വലിയ മൈൽ സ്റ്റോൺ. അതായത് 6 മാസമാകുന്ന കുഞ്ഞ് മിറർ ഇമേജ്, അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ തൊട്ട് കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുന്നത്, സോഷ്യൽ സ്മൈൽ, ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്നത്. 9 മാസം ആകുമ്പോഴത്തേന് കുഞ്ഞ് കൈ വീശി, അല്ലെങ്കിൽ നമ്മൾ ടാറ്റ കൊടുക്കുമ്പോൾ കൈ പൊക്കിയെങ്കിലും ഒരു ടാറ്റയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്. 1 വയസ്സാകുമ്പോഴത്തേന് നമുക്കൊരു പിക്കബൂ കളി, അല്ലെങ്കിൽ ഒരു ഒളിച്ചേ പാത്ത എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് എൻജോയ് ചെയ്യുന്നൊരു സ്റ്റേജ്. സോഷ്യൽ സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഒക്കെ മാറി കുഞ്ഞിന് കുറച്ചുകൂടെ നോക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊക്കെ 1 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തുടങ്ങുന്നത്. അപ്പം സോഷ്യൽ മൈൽ സ്റ്റോൺസും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള 4 മേഖല. പിന്നെ ഒരു അഡീഷണൽ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ ഇപ്പോൾ ഉണ്ട്, കോഗ്നിറ്റീവ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് കളർ പറയുന്നുണ്ടോ നമ്പർ പറയുന്നുണ്ടോ രീതിയിലുള്ള മൈൽ സ്റ്റോണും ഉണ്ട്. പക്ഷേ സാധാരണ ആളുകളും ഈ കാർഡുകളിൽ മെൻഷൻ ചെയ്യുന്ന ഈ 4 മൈൽ സ്റ്റോണിൽ പറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു നോർമൽ ഡെവലപ്മെൻറ്റൽ പാറ്റേൺ. ഇതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കാണാതെ ആയാലാണ് ശ്രദ്ധിക്കേണ്ടതും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതും? അതാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ. നേരത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഫ്ലാഗ് ഉയർത്തുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. 1.5 വയസ്സാകുമ്പം കുഞ്ഞ് ഒരു വാക്ക് പറഞ്ഞു, 1.5 വയസ്സായിട്ടും കുഞ്ഞ് നടന്നില്ലയോ എന്നൊക്കെ പറയുന്നതാണ് പലയിടത്തും റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞ് ഏതിന് അപ്രോപ്രിയേറ്റ് ആയില്ലോ. നമുക്കിപ്പോൾ എല്ലാം സൂപ്പർ ഹ്യൂമൻസ് ആണല്ലോ വരുന്നത്. പ്രായത്തിന് മുൻപേ ചെയ്യാനാണ് നമുക്ക് അത്രയും സന്തോഷം. അപ്പം നമുക്ക് റീസെൻ്റ്ലി 6 മാസമുള്ളായിരുന്ന കുഞ്ഞ് 6 വെജിറ്റബിൾസോ 6 എന്തോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത്. അപ്പം പ്രായത്തിന് മുൻപേ പോകുന്ന കുഞ്ഞാണ്. അപ്പം പേരൻസ് വിജിലൻ്റ് ആണ്. അപ്പം റെഡ് ഫ്ലാഗ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പറയുമ്പം 6 മാസമായിട്ടും കുഞ്ഞ് മുഖത്ത് നോക്കിയില്ലയോ, നമ്മളെ നോക്കി ചിരിച്ചില്ലയോ, പിന്നെ 1 വയസ്സായിട്ടും കൂയില്ലയോ,
1.5 വയസ്സായിട്ട് നടന്നില്ലോ, ഇത് പല രീതിയിലുള്ള റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ ലേറ്റർ സ്റ്റേജസ് ആണ്. ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പാരൻസ് പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടർ അവൻ്റെ വാശി സഹിക്കാൻ പറ്റുന്നില്ല. അതായത് കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയുക, അലമുറയിട്ട് കരയുക, അതുപോലെ തന്നെ തല്ല, അവൻ്റെ ആ കാര്യം സാധിക്കുന്നവരെ ഇതായിരിക്കും അവസ്ഥ. ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ഈ വാശി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക? വാശി കൺട്രോൾ ചെയ്യണമെങ്കിൽ വാശി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണ്ടേ. ഒരു കൊച്ച് നമ്മളെപ്പോഴാണ് വാശി പിടിക്കുന്നത്? ഒരു കാര്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണത്. ഇങ്ങനെ നടന്നപ്പം കാര്യം നടന്നു, അവർ വാശി പറഞ്ഞിട്ടല്ല. ഞാൻ ഒന്ന് അലച്ചു പോയപ്പം തന്നെ ഒരാൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് സൂത്തനിങ്, എനിക്ക് പാസിഫിക്കേഷൻ, അപ്പം എന്തോ അവൻ കണക്ട് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരാളുടെ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നൊരു മിഥ്യാബോധം അവരിലേക്ക് എവിടുന്നോ ജനിക്ക് കയറുന്നു. അപ്പം 1 വയസ്സിന് മുമ്പേ കുഞ്ഞുങ്ങൾ നോ മനസ്സിലാക്കും. അത് പലർക്കും മനസ്സിലാവില്ല. 1 വയസ്സിന് ആരോളം കുഞ്ഞുങ്ങളോട്, 1 വയസ്സ് പോട്ടെ, 3 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഒബ്ജക്റ്റ് ചെയ്യാൻ പല പേരൻസും ഇപ്പോൾ പേടിക്കും. അവരെ പേടിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ഈ നോ മനസ്സിലാവുന്ന പ്രായം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം ഇതിവിടെ നടക്കില്ല. അതൊരു വേ ഓഫ് എക്സ്പ്രഷനായി മാറിയിട്ട് ആദ്യം ഒന്ന് കിണങ്ങി കിണങ്ങി നോക്കുമ്പോൾ തന്നെ കിട്ടി തുടങ്ങുമ്പോൾ പിന്നെ നമുക്കത് അസഹനീയം. നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. തറയിൽ കിടന്ന് ഉരുളുന്നാവാം, തലയിട്ട് അടിക്കുന്നതാവാം, അപ്പുറത്തിരിക്കുന്ന ആളെ കടിച്ച് കയറുന്ന, എവിടെ നിന്നില്ലാതെ അമ്മയും അപ്പനെയും കടിച്ച് കയറുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതുപോലും സഹിച്ച് നിന്നിട്ട് അവർക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ എന്താണ്? ഇതെവിടെയായാലും നടക്കും. അപ്പോൾ അവർക്കത് ഈൽഡ് ചെയ്യല്ല, അത് നടത്തി കൊടുക്കല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പം ടെറിബിൾ 2 എന്ന് പറയുന്നത് 1.5 തൊട്ട് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ഒരു നോർമൽ പ്രക്രിയയാണ്. അങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നും ഇതിങ്ങനെ പറഞ്ഞാൽ അത് കിട്ടൂലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിക്ക് പോകത്തില്ല. അപ്പോൾ ആ ഒരു 3 വയസ്സുള്ള സമയത്ത് അവർ തന്നെ പരീക്ഷ നോക്കുന്നില്ല എന്തൊക്കെ നടക്കുമെന്നുള്ളത്. നമുക്ക് പേടിക്കേണ്ട രീതിയിലുള്ള ടെമ്പർ ടാൻട്രംസ് 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞും നീണ്ടു നിൽക്കുന്ന ടാൻട്രംസ്, ഒരു ദിവസം തന്നെ 4-5 തവണ കൂടുതൽ അനാവശ്യം എന്തിനും ഏതിനും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും 15 മിനിറ്റ് കൂടി നിൽക്കുന്ന സെൽഫ് ഹാമിലേക്ക് വരുന്ന ടാൻട്രംസ്, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട രീതിയിലുള്ള ടാൻട്രംസും. ബാക്കി പക്ഷേ മുളയിലേ നുള്ളാന്ന് പറയുന്നതല്ല, ആദ്യത്തെ സൂചന തന്നെ അത് പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മിക്കപ്പോഴും മിററിങ് ആയിരിക്കും. ആ അമ്മ അപ്പൻ്റെ സ്വഭാവമാണ്, അവൾ അങ്ങനെയല്ലേ. അപ്പോൾ ആ കുഞ്ഞ് ബഹളം വെക്കാതെ കാര്യം നേടുമോ? അപ്പം മിററിങ് ആയണം. അപ്പം നമ്മളുടെ ലാംഗ്വേജ് രീതി എന്താണ്, നമ്മുടെ സൗണ്ട് ടോൺ എന്താണ്, നമ്മളെങ്ങനെയാണ് ഒരു കാര്യം നേടിയെടുക്കുന്നത്, നമ്മളൊരാളെ കമാൻഡ് ചെയ്ത് കാര്യം നേടിയെടുക്കും, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആദ്യത്തെ സൂചന തന്നെ അതൊരു റെഡ് ഫ്ലാഗായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യണം. അത് ഹോൾട്ട് ചെയ്യാനും വീണ്ടും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ പറയും ABC എന്ന് പറയാം. അതായത് എന്തുകൊണ്ട് നടക്കുന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നാലേ ആ ബിഹേവിയർ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ തലയിട്ടടിക്കുക. അത് നമ്മൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കോൺസിക്വൻസ്. അതായത് ഇപ്പം നോർമലി പറയുന്നത് ഒരു സാധനം കിട്ടാൻ വേണ്ടിയായിരിക്കാം. ഇപ്പോൾ കാണുന്ന ട്രെൻഡിങ് സാധനം ഫോണാണ്. അപ്പം ഡിഫറൻറ്റ് ഒരു സാധനം കിട്ടാൻ വേണ്ടിയാണ് 1. 2 ഒരാളുടെ അറ്റൻഷന് വേണ്ടി. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന പേരൻസ് വീട്ടിൽ നിന്ന് ഭയങ്കര വർക്കാണ്, അല്ലെങ്കിൽ കുറേ നേരമായിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവരൊന്ന് ശ്രദ്ധ പിടിച്ച് പറ്റണം. 3 ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് അത് നമ്മൾ പേരൻസ് വരുന്ന പറഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ അടുത്ത 2-3 സെഷൻസ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ചെയ്യും. ഈ കൊച്ച് ആ ഒരു സമയത്ത് എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത്. അത് എന്തിനാണെന്ന് അറിഞ്ഞാലേ നെക്സ്റ്റ് ടൈം ആ എന്തിനെന്നുള്ള സംഭവം ഇട്ട് കളഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് വാശി പിടിക്കുക അല്ലെങ്കിൽ കുറുമ്പ് കാണിച്ചോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പപ്പയുടെ മമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിട്ട് നല്ലത് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് പിന്നെ അങ്ങോട്ട് നന്നായിട്ടുണ്ട്, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ഈ കുട്ടികളുടെ അമിതമായിട്ടുള്ള ഈ വാശിയും അതുപോലെ തന്നെ കുറുമ്പും കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ ഇതുപോലെ ശിക്ഷിക്കുന്നത് ഒരു നല്ല മാർഗ്ഗമാണോ? ഡോക്ടറുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ ശിക്ഷിച്ച നിങ്ങളുടെ പേരൻസും നിങ്ങളും ഇനിയുള്ള തലമുറ ശിക്ഷിക്കില്ല. അടിക്കുമോ, തൊടുവോ? ഒന്ന് തൊടുമ്പോഴത്തേക്കും അപ്പച്ചനും അമ്മച്ചി ഓടുക പറ്റൂല. അപ്പോൾ അവിടെ ഒരു ഡിഫറൻഷ്യൽ പാരന്റിങ്. അതായത് ഈ ആളുടെ അടുത്ത് എനിക്ക് ഇത് സാധിക്കും, ഇത് പറ്റൂല. അപ്പോൾ കുട്ടിയുടെ മുമ്പ് വെച്ച് തന്നെ ഭിന്ന അഭിപ്രായം വന്നു. ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ അപ്പം അടിച്ചല്ല കാര്യം നേടണമെന്നുള്ളത് ഹിസ്റ്ററി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ അടിയുടെ കാര്യം തീർന്നു. ഇപ്പം ടീച്ചർ അടിച്ചാൽ നമ്മൾ സഹിക്കുമോ? ടീച്ചർ അടിക്കണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ സഹിക്കുമോ? അപ്പം എല്ലാവർക്കും അടി പ്യൂണിറ്റീവ് പണിഷ്മെൻറ്റ്സ് വഴി ഒരു കാര്യം ശരിയാക്കി എടുക്കാനുള്ളത് നടക്കില്ല. പിന്നെ എങ്ങനെ ശരിയാക്കാമെന്ന് ചോദിച്ചാൽ ഫാമിലി ഡൈനാമിക്സ് സ്റ്റഡി ചെയ്ത് അത് ആൻഡിഫിഡൻസ് എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് സെവറൽ ലൈഫ് സിറ്റുവേഷൻസ് അത് അസസ് ചെയ്ത് പേരൻസിനെ ഗൈഡ് ചെയ്യുന്നുള്ളത്. അത് കുഞ്ഞ് ഉറക്കമുളച്ചിരുന്ന കുഞ്ഞിന് ഉറങ്ങേണ്ട സമയത്ത് പേരൻസിന് പാർട്ടി ചെയ്യണം, അല്ല കുഞ്ഞ് ഉറങ്ങുന്ന രാത്രി സമയത്താണ് പേരൻസിന് നൈറ്റ് ഷോയ്ക്ക് പോകേണ്ടത്. പേരൻസിന് ഒറ്റ ഫാമിലി നിൽക്കുന്ന കുഞ്ഞിനെ അവിടെ ചെന്ന് ഉറക്കാമെന്ന് വിചാരിച്ചാലും കുഞ്ഞ് അവിടെ ചെന്ന് സമ്മതിക്കില്ല. റുട്ടീൻസ് ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബിഹേവിയറാണോ, വിശപ്പാണോ, ഉറക്കമില്ലായ്മയാണോ, അവ കുഞ്ഞിനെ കുറച്ചുകൂടെ പ്രഡിക്റ്റബിളായിട്ട്
ആ കുഞ്ഞിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ കുട്ടിയെ എന്നും വെച്ച് ചിലർ ചെയ്യും, കടയിൽ കൊണ്ടുപോയി കൊച്ചു ചോക്ലേറ്റ് വലിച്ചു വരും. അതുകൊണ്ട് ഞാനെടുത്ത തീരുമാനം കൊച്ചിനെ കടയിൽ കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്നാ കടയിൽ കൊണ്ടുപോകാൻ പോകുന്നത്? കൊച്ചു വളരട്ടെ. കൊച്ചു എന്നാ വളരാൻ പോകുന്നത്? കൊച്ചിന് നിരാശകളിൽ കൂടെ തന്നെ വളരണം. ആ ഡിസപ്പോയിൻമെൻറ്റ്സ് അവർക്ക് ചെറിയ പ്രായത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അല്ലാതെ അവരെന്നും നമുക്ക് ഫേവറബിൾ സിറ്റുവേഷൻസിൽ എന്നും അവർക്ക് പോസിറ്റീവ് അറ്റൻമെൻറ്റ് മാത്രം കൊടുത്താൽ ഈ കുട്ടികൾ 3-4 വയസ്സ് സ്കൂളിൽ കയറണ്ടേ? അന്ന് അടുത്തിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും വലിച്ചുകൊണ്ട് പോകും. ആ കൊച്ചിനത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളിലെ റെസിലിയൻസ് എന്ന് പറയും, പ്രതിരോധശേഷി, എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് ചെറിയ ചെറിയ നിരാശകൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ടതിൻ്റെ ആദ്യ പാഠങ്ങളാണ് ഈ ടെമ്പർ ടാൻട്രംസ് ഡീൽ ചെയ്യുന്ന വഴി പേരൻസും പഠിക്കുന്നത്, കുട്ടികളും പഠിക്കുന്നത്. ഈ ടാൻട്രംസ് ഒക്കെ പോലെ തന്നെ ഇന്ന് കുട്ടികളിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് നേച്ചർ ഉണ്ടാകുന്നത്? കുട്ടികൾ മാത്രമല്ല, അഡൽട്സും ഹൈപ്പർ ആക്റ്റീവ് അല്ലേ. ഇപ്പോൾ പറയുന്ന മില്ലേനിയൽ ജനറേഷൻ സി, അതായത് ഇപ്പോൾ ഒരു 30 ഇയേഴ്സ് പ്ലസ് അപ് ടു ഒരു 40-45 ഇയേഴ്സുള്ള എന്തിനെന്ന് അറിയാതെ തന്നെ ഇതിലൊക്കെയോ തിളയ്ക്കുന്ന പറയുന്നത്. അപ്പം ADHD എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ട്രെൻഡ്. അപ്പോൾ ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ എന്ന് പറയുമ്പം ശ്രദ്ധ, അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധയില്ലായ്മ, ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇരിപ്പുറയ്ക്കുക, അല്ലെങ്കിൽ പിരിവിരുത്ത് നടക്കുന്ന കുഞ്ഞുങ്ങൾ. എവിടെയെങ്കിലും പോയ ഒരു കല്യാണത്തിന് പോയാലോ ഒരു പള്ളിയിൽ പോയാൽ മതിയല്ലോ, ഒരു പള്ളിയിൽ പോയി നിന്നാൽ പിരിവിരുത്ത് നടക്കുന്ന വെച്ചാൽ കൊച്ച്. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നത് എന്താ, ഇനി തൊട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ADHD എന്ന് പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഡയഗ്നോസ് ചെയ്യുന്ന വെച്ചാൽ ADHD ഫോർമലി ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 7 വയസ്സ് കഴിയണം. പക്ഷേ അറ്റ് റിസ്ക് ADHD കുട്ടികളെ നമുക്കത് നേരത്തെ ഇതുപോലെ പറയുന്ന റെഡ് ഫ്ലാഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരിടത്ത് ഇരിക്കേണ്ട പ്രായത്തിൽ ഇരുന്ന് തുടങ്ങണം. സിറ്റിംഗ് ടോളറൻസ് ആണ്. ഇരുന്ന് തുടങ്ങിയാലേ അംഗൻവാടിയുള്ള ക്ലാസ്സിലെ കൊണ്ട് ഇരുത്തി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ADHD എന്തുകൊണ്ട് കൂടുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ. നമ്മൾ തന്നെ അൾട്രാ ഫാസ്റ്റ് അല്ലേ, പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഫാസ്റ്റ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ADHDയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസ്? നമ്മുടെ കുട്ടികൾക്ക് ADHD ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നറിയാൻ ഈ പറഞ്ഞ ലക്ഷണം, ശ്രദ്ധയില്ലായ്മ, ഇരിപ്പുറയ്ക്കായിക. അതിപ്പം നമുക്കതൊരു നോർമായിട്ടായിരിക്കും തോന്നുന്നത്. ആ ഫസ്റ്റ് കുട്ടി വീട്ടിൽ കൂടെ ഇങ്ങനെ പരിപാടി നടക്കുന്ന കുട്ടി, എവിടെ കയറിയാലും വലിയ കയറുന്ന കുഞ്ഞുങ്ങൾ, അതൊരു അബ്നോർമൽ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നിരിക്കും. പക്ഷേ സ്കൂളിൽ വിട്ട് തുടങ്ങുന്ന സമയത്തൊട്ട് ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞു ഈ കുഞ്ഞ് ഇരിക്കുന്നില്ല, മറ്റു കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇരുന്ന് തുടങ്ങുന്നില്ല. ഇപ്പം ADHD വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്ന കുട്ടികളാണ് കുറവ്. അപ്പം അത് ടീച്ചേഴ്സ് ഹിൻഡ് ചെയ്ത് തുടങ്ങിയാൽ നമുക്കതൊരു സൂചനയായിട്ട് എടുക്കാം. ശ്രദ്ധയില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സ്കൂൾ ഗോയിങ് കുട്ടികളിലൊക്കെ ഇത് കുറച്ചുകൂടെ അവർക്ക് എവിടെ ഉണ്ടാവും. ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ 100 അവർ ശ്രദ്ധ വന്നു. ഒരു മാത്സ് ഒന്ന് കണക്ക് കൂട്ടി ഒന്ന് പൂരിപ്പിച്ചെടുക്കണമെങ്കിൽ ആ ഒരു അറ്റൻഷൻ സ്പാൻ പോലും കിട്ടാത്ത കുട്ടികൾ പഠിപ്പിക്കാൻ കൂടി. അപ്പോൾ സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ നമുക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരല്പം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അവരൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അവരുടെ പിന്നാലെ നടന്ന് ഓടി മടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ മൊമെൻറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഈ ADHD നമ്മൾ പറഞ്ഞ ടെമ്പർ ടാൻട്രം പോലെ തന്നെ ഈ കുഞ്ഞ് വളർന്നു വരുന്ന അവസ്ഥയിൽ തന്നെ ഇതിനെല്ലാം സൂചനകളുണ്ട്. ഈ കുഞ്ഞിൻ്റെ പോക്ക് കാണുമ്പോഴേ നമുക്കറിയാം ട്രാക്ക് എന്താ വന്നു. അപ്പോൾ ഇത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ പറയും ഏറ്റവും ബെസ്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്തുകൊണ്ടാണ്? അവരിലുള്ള എനർജി എക്സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അത്ര എനർജി ലോഡിലാണ് അവർ നടക്കുന്നത്. അത് എനർജി ലോഡ് കൂട്ടുന്നത് എന്തൊക്കെയാണ്? അവരിപ്പോൾ കഴിക്കുന്ന അഡിറ്റീവ് ചേർന്ന ഭക്ഷണങ്ങൾ, ഹൈ കാലറി ഫുഡ്, ഹൈ പ്രോട്ടീൻ ഫുഡ്, അതായത് അവരുടെ ഇൻടേക്ക് തന്നെ ഭയങ്കര ഹൈ ആണ്. 5 നേരം കഴിക്കാൻ കൊടുക്കുന്ന കൊച്ചിന് 1 മണിക്കൂർ തന്നെ ഒരു പ്ലേ ടൈം കൊടുക്കണ്ടേ. ഫിസിക്കൽ പ്ലേ എന്ന് പറയുന്നത് അവർക്ക് അലവബിൾ സ്ഥലത്ത്, റെസ്ട്രിക്റ്റഡ് സ്ഥലത്ത് നീ എന്ത് വേണേലും ചെയ്തു, സേഫ് ആയിട്ടുള്ള, ചൈൽഡ് സേഫ് ആയിട്ടുള്ള. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ കൊണ്ടുവന്ന ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും കൂടുതലാണ്. അപ്പോൾ ഇനിഷ്യൽ ഏജിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് ലേറ്റർ സ്കൂൾ ഏജിൽ ഇന്നറ്റൻറ്റീവായിട്ട് വരുന്നത്. ഈ ADHDയുടെ ഹൈപ്പർ ആക്റ്റീവ് കോമ്പണൻ്റ് ആയിരിക്കും ചെറിയ ഏജസിൽ, പിന്നീട് അത് ഇന്നറ്റൻറ്റീവ് കോമ്പണൻ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സൂചന ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാമാക്കി എടുക്കാൻ, കുഞ്ഞുങ്ങളെ വീണ്ടും ഇരുത്താനല്ല ശ്രമിക്കുക, അവർക്ക് അതുപോലെ എനർജി എക്സ്പെൻഡ് ചെയ്യാൻ ഉള്ള പ്ലേ ടൈം, ഫിസിക്കൽ പ്ലേ മസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ആ ഫിസിക്കൽ പ്ലേ കിട്ടാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവർ എവിടെ നിന്നാലും നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ഓൺ ദ വീൽസ് ആയിരിക്കും. ഈ ADHD ഉള്ള കുട്ടികൾക്ക് പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ? ഒബ്വിയസ്ലി. ശ്രദ്ധ ഉണ്ടെങ്കിലല്ലേ പഠിച്ചു തീർക്കാൻ പറ്റും. ശ്രദ്ധ ഉണ്ടെങ്കിലല്ലേ ഒരു ആൻസർ എഴുതി തീർക്കാൻ പറ്റും. 100 തവണ എഴുതിച്ചിട്ട് വിട്ട ആൻസറാണ്. അവിടെ ചെന്നപ്പം എന്തോ ക്വസ്റ്റ്യൻ ഏതോ വഴി പോയി, ആൻസർ ഏതോ വഴി പോയി. അപ്പം ഇരിപ്പുറയ്ക്കാതെ, അതുപോലെ ഇനിഷ്യൽ ടൈമിൽ ഫിറ്റിംഗ് ടോളറൻസ്, ഇരിപ്പുറയ്ക്കാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ പിടിച്ചിരുത്തി ഒരു കാര്യം എഴുതി, സ്റ്റാൻഡിങ് ലൈൻ ആണെങ്കിലും സ്ലീപ്പിംഗ് ലൈൻ ആണെങ്കിലും അവർ എഴുതി തുടങ്ങുന്ന പ്രായം തൊട്ട് അവർക്ക് വേണ്ട ഒരു ശ്രദ്ധയുണ്ട്, ടാസ്ക് കംപ്ലീറ്റ്. ഇപ്പോൾ കുട്ടികളൊന്ന് ഇരുത്തി ഒരു ലൈൻ എഴുതിക്കാൻ നോക്കി അവർ 2 ലൈൻ എഴുതും, ഓടും.
അടുത്ത 2 ലൈൻ തന്നെ പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞ് പ്രോമിസ് ചെയ്ത് ബ്ലാക്ക് മെയിൽ കൊണ്ട് തിരിച്ചെത്തുക. ഇത് തീർന്നാൽ ഇത് മിക്കപ്പോഴും ഉള്ള അവരുടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ വെച്ചാൽ സ്ക്രീനായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കാണിക്കാം. ആ ഒരു നമുക്ക് അവർക്ക് കിട്ടുന്ന ഈ സ്ക്രീൻ ടൈം നമ്മൾ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ, ഒരു സന്തോഷം പോലെ, ഒരു ഗ്രാറ്റിഫിക്കേഷൻ പോലെ ഇരുത്തി എഴുതിക്കുന്നതിൽ കിട്ടുന്നില്ല. ആ ഏജ് തൊട്ട് അവർക്ക് ഇൻഅറ്റൻഷൻ കാരണം ബേസിക്സ് ഒന്നും കറക്റ്റ് അല്ല. പ്രായം ചെല്ലുന്തോറും ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ സ്ലോ പെർഫോമറായിട്ടോ, ഈ ADHD കാരണം ഇനിഷ്യൽ സ്കൂൾ ഇയേഴ്സിൽ കാണുന്ന ഫസ്റ്റ് സിംറ്റം തന്നെ സ്കോളാസ്റ്റിക് അണ്ടർ പെർഫോമൻസ് ആണ്. പഠിത്തത്തിൽ പിന്നോക്കാവസ്ഥ വരിക. പ്രായമാവുന്നല്ലേ. അഡൾട്ട് ADHDയുടെ എന്തൊക്കെയായിരിക്കും? അഡൾട്ട് ADHDക്ക് ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ബോസിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഏതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ അതൊരു ഭയമില്ല. അപ്പോൾ ഈ ADHDക്ക് പല 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 മേഖല നമ്മൾ ഡീൽ ചെയ്യുന്ന ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇനിഷ്യൽ ഇയേഴ്സിൽ ഇതിൻ്റെ സൂചനകൾ. അപ്പോൾ കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആ റിസ്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. മാസം തികയാതെ ജനിച്ച കുഞ്ഞ്, കുറേ നാൾ NIFലൊക്കെ കിടന്ന കുഞ്ഞ്, ഫിറ്റ്സ് വരുന്ന കുട്ടികൾ, ഫിറ്റ്സിന് മരുന്ന് എടുക്കുന്ന കുട്ടികൾ, ഈ കുട്ടികൾക്ക് നമുക്ക് ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ ഏർലി ഇയേഴ്സ് വെൽ മാനേജ്ഡ് അല്ലെങ്കിൽ. അപ്പം കോൺസ്റ്റൻറ്റ് പാരൻ്റൽ ഗൈഡൻസിലായിരിക്കും ഈ കുട്ടിയിൽ ആ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടി. വന്നു കഴിഞ്ഞാൽ 6 ഇയേഴ്സ് വരെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ മാനേജ്മെൻറ്റ്, അത് വീട്ടിലുള്ള വ്യത്യാസങ്ങളാണ്. കുഞ്ഞ് വളരുന്ന സാഹചര്യത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമേ കുട്ടിയിലെ ADHD സിംറ്റംസ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. 6 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞ് സ്കൂൾ ഗോയിങ് ഏജാണ്. സ്കൂൾ ഗോയിങ് ഏജിൽ ഒരു സ്കൂളും വെയിറ്റ് ചെയ്യില്ല ക്ലാസ് ഡിസ്റപ്റ്റഡ് കുട്ടീനെ പഠിപ്പിച്ചെടുത്ത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. സ്കൂളിൽ നിന്ന് റിക്കറൻറ്റ് കംപ്ലയിൻസും അടുത്തെല്ലാം പറയുമ്പോൾ പിന്നെ നമ്മൾ ചില കുട്ടികളിൽ ഫോഴ്സ്ഡാണ് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു ട്രയൽ ഓഫ് മെഡിക്കേഷൻസിലും പോവാതെ ഈ കുട്ടികളൊന്നും ഇരുന്ന് കിട്ടില്ല. അപ്പം ADHD നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ലോങ് ടേം കോൺസിക്വൻസസ് ഒത്തിരി ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് ഏറ്റവും അതിൻ്റെ ക്യാച്ച് കിടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഉണ്ടാവോ പാരൻസിന് ADHD ഉള്ള കുട്ടികളെ വീട്ടിൽ മാനേജ് ചെയ്യുന്നതിൽ? ഏർലി ഇയേഴ്സ് തൊട്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, അവരുടെ ആ ഡൈനാമിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. ഇങ്ങനെ വലിഞ്ഞു കയറി നടക്കുന്ന കൊച്ചാണ്, ഒരു ഫിസിക്കൽ സ്പോർട്ടിന് കൊണ്ടുപോയി ചേർക്കുക. ആ കുട്ടിയുടെ ആ കഴിവ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ചിലവഴിക്കുന്ന സമയം കാണും. ആ കുഞ്ഞിൻ്റെ ഹൈപ്പർ ആക്റ്റീവ് ഫിസിക്കൽ എബിലിറ്റീനെ യൂട്ടിലൈസ് ചെയ്തെടുക്കുക. മസ്റ്റായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന പോലെ നിർബന്ധമായി കുഞ്ഞുങ്ങളെ പുറത്തിറക്കി കളിക്കാൻ അനുവദിച്ചിരിക്കണം. വയർത്ത് കുളിച്ച് കളിക്കുന്ന കുഞ്ഞുങ്ങളെ ചത്ത് കിടന്ന് ഉറങ്ങത്തുള്ളൂ. ബ്രെയിൻ അത്രയും ഒരു ഷട്ട് ഡൗൺ മോഡിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഉറങ്ങുമ്പോഴിങ്ങനെ ഒരു കാരണവശാലും സ്റ്റിമുലേറ്റിംഗ് വീഡിയോസ്, നമ്മളതിൻ്റെ റീൽസ് കാണുന്നത് 30 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന ഒരു കിക്ക്, എവിടെ നിന്ന് ബോറടിച്ചിരുന്നാലും നമ്മൾ ഉടനെ തോണ്ടും. നമ്മൾ നോക്കുന്നത് നമുക്ക് ബോറടിക്കാൻ വയ്യ, എന്തായാലും ഒരു ആവശ്യമില്ലാതായിരിക്കും. ഈ കുഞ്ഞുങ്ങളെ ഈ സ്റ്റിമുലേറ്റ് ഒരിടത്ത് അടക്കിയിരുത്താൻ വേണ്ടി ഇപ്പോഴത്തെ ഫാമിലി ഡൈനാമിക്സ് തന്നെ അങ്ങനെ വീട്ടിൽ നെയ്പ്പിച്ചിട്ട് പോകാനോ അല്ല വേറെ നോക്കാനല്ല കളിക്കാൻ മറ്റു കുട്ടികളില്ലാത്ത അവസ്ഥയാണ് നിൽക്കുന്ന. നെയ്ബർഹുഡിൽ പോലും കുട്ടികളില്ല. കുട്ടികളുണ്ടെങ്കിൽ തന്നെ ആ ഫാമിലി സമയം ബൗണ്ടല്ലായിരിക്കും കുട്ടികളെ വിട്ട് കളിപ്പിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ നാളെ അങ്ങോട്ട് പോകേണ്ട അവസ്ഥ നിൽക്കുമ്പം ആ ഒരു കൊടുക്കൽ വാങ്ങൽ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഒത്തിരി ഒരു അതൊക്കെ പാസ്റ്റായി. നമ്മുടെയൊക്കെ ചെറുപ്പം പോലെ അല്ല ഇപ്പോൾ ചെറുപ്പം. അപ്പം ഈ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകാൻ അവരെ ഹാൻഡിൽ ചെയ്യാൻ ആൾബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് നാനിയാണ് ഈ സ്ക്രീൻ. ഈ സ്ക്രീൻ ഒരു 30 സെക്കൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള ആ ഹാങ് ഓവർ അറിയാം. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഡിസ്കസ് ഹേ ബനാന പാട്ട് കേട്ടിട്ടുണ്ട്. കൊച്ചിനെ മാത്സ് പഠിപ്പിക്കുക, കൊച്ചിരുന്ന് മൂളുന്നത് ആ കൊച്ചിനെ എവിടെയാണ് അറ്റൻഷൻ അതൊന്നും തീർക്കാൻ വേണ്ടി. നമ്മളൊരു ഭയങ്കര റോക്ക് മ്യൂസിക് കേട്ടിട്ട് ഒരു ഫ്യൂണറലിന് പോകണമെങ്കിൽ നമ്മളവിടുത്തെ മൂഡ് എന്താണ്? ശരിയാണ്. നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ പ്ലഗ്ഡിന് നമ്മളൊരു ബോഫ് ചീത്ത വിളിക്കുന്ന നമ്മളൊരു വേറൊരു കിക്കിലാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ ഇൻടോക്സിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികൾ, അതായത് ഒരു ലഹരി, ഒരു മദ്യലഹരി നിൽക്കുന്ന പോലെ തന്നെ ഈ കുട്ടികളെ ഇങ്ങനെ എപ്പോഴും അപ്പാക്കി വെക്കരുത്. ത്രൂ ഔട്ട് ദ ഡേ അവരിങ്ങനെ സ്റ്റിമുലേറ്റിംഗ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതല്ല. കുഞ്ഞുങ്ങൾക്ക് എവിടെ ഇരുത്താൻ നോക്കി അവർ ഇരിക്കത്തില്ല. ആ കണ്ട സാധനം വേണ്ടി അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. സ്പൈഡർമാൻ കയറി ചാടുന്ന വീഡിയോ കണ്ടാലേ ടേബിളിൽ നിന്ന് എടുത്ത് ചാടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വലിഞ്ഞു കയറുന്ന പോലെ നോക്കിയാലേ എനിക്ക് ജനൽ വലിഞ്ഞു കയറാം. അവർക്ക് കിട്ടുന്ന ഐഡിയാസ് ഭയങ്കര വേറിട്ട ഐഡിയാസ്. ഇപ്പോൾ കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം. നെക്സ്റ്റ് മേജർ അവർ ബോറടിക്കട്ടെ. ഞാൻ തുണി കഴുകാൻ പോയി, ഞാൻ പാത്രം കഴുകാൻ പോയി, ലെറ്റ് ഹിം വെയിറ്റ് വിത്ത് മീ. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തോരം ആ കുഞ്ഞിനെ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു നോക്കട്ടെ. ആ കുഞ്ഞുങ്ങൾ അത്രയും ഞാൻ എഫേർട്ട് ഇടണം. ക്ഷമയോടുകൂടി സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ കുട്ടികളിലെ ADHD സിംറ്റംസ് കുറയത്തുള്ളൂ. അതായത് ഈ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ
ആ ഒരു ഫാസ്റ്റ് മൂവിങ് പേസിൽ തന്നെ പിടിച്ചാൽ എന്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ചിലവഴിക്കുന്ന ഒരു ഒന്നല്ല. അതായത് കുഞ്ഞിനോട് ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാ പേരൻസും പിന്നെ ഞാനല്ലേ കൊച്ചിനെ കുളിപ്പിച്ചത്, ഞാനല്ലേ കൊച്ചിനെ ഭക്ഷണം കഴിപ്പിച്ചത്, ഞാനല്ലേ കൊച്ചിനെ ടോയ്ലറ്റ് നീഡ്സ്. അതൊക്കെ കുഞ്ഞിൻ്റെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. നിങ്ങൾ ഇന്നലെ ആ കൊച്ചിനോട് തറയിലിരുന്ന് കളിച്ചോ? ആ കുഞ്ഞിന് ഒരു നേരം ബുക്ക് മറിച്ച് വെച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കഥ. അപ്പം ആ ഒരു ക്വാളിറ്റി ടൈം ഇപ്പം കുട്ടികളും പേരൻസും തമ്മിലെന്നല്ല, ആരും തമ്മിൽ ആ ഒരു ക്വാളിറ്റി ടൈം ഇല്ല, സംസാരം ഇല്ല, കമ്മ്യൂണിക്കേഷൻ ടോട്ടലി. അതായത് ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ആ ഹസ്ബൻഡിൻ്റെ മൂവ്മെൻറ്റോ വൈഫിൻ്റെ മൂവ്മെൻറ്റോ ആ സ്റ്റേറ്റസ് നോക്കിയാലോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴി അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് വരുന്ന ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹൗ വാസ് യുവർ ഡേ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നൊന്നും അവിടെ നറേഷൻ നടക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ എന്താ അമ്മ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നു, അപ്പൻ അതുവഴി കയറിപ്പോയി മേളിൽ പോയി, അപ്പൻ എല്ലാവരും അവരവരുടെ ലോകത്തിൽ. അപ്പം ADHD സിംറ്റംസ് റിസോൾവ് ചെയ്യാൻ നമ്മൾ സ്ലോ ആയേ പറ്റും. നിങ്ങളുടെ കുട്ടി ഹൈപ്പറാന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ലോ ആവുമെന്ന് വെച്ചാൽ ടു ദ പോയിൻറ്റ്. അത് എത്ര നാൾ എനിക്ക് കുട്ടിയായി പോയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫ് വേണ്ടേ. അപ്പം ഇനീഷ്യൽ ഇയേഴ്സ് നിങ്ങളുടെ കുട്ടി ലെസ് ദാൻ 8 years ഓഫ് ഏജ് ആണെങ്കിൽ ഈ സിംറ്റംസ് ലെസ് ദാൻ 4 സ്കൂളിൽ ചേർക്കുമ്പോൾ ഈ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കുമ്പോൾ കുട്ടി ശരിയായിക്കോളും. ശരിയാവില്ല. അതിന് മുന്നേ നമ്മൾ റെഡിയാക്കി. എല്ലാ ADHDക്കാരും പ്രശ്നക്കാരൊന്നുമല്ല. പിന്നെ എല്ലാ ഇരിപ്പറയ്ക്കാത്ത കുഞ്ഞുങ്ങളും ബഹളം വെക്കുന്ന കുഞ്ഞുങ്ങളും ഒന്നും നീണ്ട കാലത്തെ പ്രശ്നമുള്ളവരൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ബിസിനസ്സുകാർ, ഗ്രേറ്റ് പൊളിറ്റീഷ്യൻസ്, ഇവരുടെയൊക്കെ ADHD സിംറ്റംസ് കൊണ്ടാണ് ഇവർ നിൽക്കുന്ന ഫീൽഡിൽ ഫ്ലറിഷ് ചെയ്യുന്നത്. സെലിബ്രിറ്റി ADHD ഒക്കെ ഇപ്പോൾ ഭയങ്കര ആ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയിലെ സ്ട്രെങ്ത് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പരിപോഷിപ്പിക്കാൻ നോക്കുക. കുട്ടി ഡിസ്ട്രപ്റ്റീവ് ആവുന്നെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ഫങ്ഷണൽ ലെവൽ, അതിൻ്റെ സ്കൂൾ ലെവലിൽ, അതിൻ്റെ വീട്ടിലെ ലെവൽ, അതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന ലെവലിൽ വരുമ്പോഴാണ് നമ്മുടെ കൺസേൺസ് വരുന്നത്. ഇപ്പോൾ ഒരു മലയാളം സിനിമയുണ്ട് എൻ്റെ വീടും അപ്പുവിൻ്റെയും, മറ്റു കണ്ടുണ്ടോ? അതെ അതെ അതെ, സൂപ്പർ മൂവിയാണ് അത്. പണ്ടൊക്കെ എപ്പോൾ കണ്ടാലും കരച്ചിൽ വരും. ആ സിനിമയിൽ ആ കുട്ടി അവൻ്റെ താഴെ ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അവന് അത്രയും നാൾ കിട്ടിയിരുന്ന ആ ഒരു കെയറും പാമ്പറിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലിൽ ആ കുഞ്ഞിനെ അപായപ്പെടുത്തുകയാണ്. ഈ താഴെ കുട്ടികൾ വരുമ്പോൾ മുതിർന്ന കുട്ടികളെ എങ്ങനെയാണ് പാരൻസ് ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ആ സിനിമയിൽ അപായപ്പെടുത്തുകയല്ല, കുഞ്ഞോട് സ്നേഹം കൂടുതൽ കാണിക്കാൻ പോയെന്നല്ല, അല്ല അപായപ്പെടുത്തുകയായിരുന്നു. അല്ലേ? അതല്ല, ഒരു പോയിസൺ അടിച്ച്. ഓക്കെ ഓക്കെ ശരിയാണ്. ആ സിനിമയിൽ കുട്ടീനെ അപായപ്പെടുത്തുകയാണ്. അപ്പം സിബ്ലിംഗ് റൈവൽറി ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ തന്നെയാണ്. അതായത് ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ മെയിൻ തിങ് ഇവർ തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇളയ കുഞ്ഞ് വരുന്നത് ഗ്യാപ്പ് കൂടിയ ഗ്യാപ്പ് കുറഞ്ഞ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, അത് ആ കുട്ടിയുടെ ഹോം കമ്മിങ്ങിന് വേണ്ടി എന്തോരും ആ മൂത്ത കുട്ടീനെ പ്രിപ്പയർ ചെയ്തു. ആ കുട്ടി പതുക്കെ ഒരു അത് വേറൊരു ആസ്പെക്റ്റ്. അത് പതുക്കെ അതിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ആരും വന്നതല്ല. നീ ഒരു ബിഗ് ബ്രദറായി, ഒരു ബിഗ് സിസ്റ്ററായി, യു ആർ ഗെറ്റിംഗ് പ്രൊമോട്ടഡ്. അപ്പോൾ അമ്മയുടെ കൂടെ നിന്ന് ബേബീനെ വെൽക്കം ചെയ്യും. അപ്പോൾ അമ്മ കൺസ്യൂം ചെയ്യുന്ന സമയം തൊട്ട് ആ കൊച്ചിന് ആ കുട്ടീനെ ഉൾപ്പെടുത്തണം ഇൻ ദ പ്രോസസ് ഓഫ് ഹോം കമ്മിങ് ഓഫ് ദ നെക്സ്റ്റ് ചൈൽഡ്. അത് എന്തോരം അല്ല, ആ കുട്ടി വരുന്നതനുസരിച്ച് പേടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ കുറേ കാരണവന്മാർ കാണും. വന്നു നിൻ്റെ സ്ഥാനമെല്ലാം പോയി, നീ ഇനി അപ്പുറത്തെ മുറി പോയി കിടക്കേണ്ടവർ, നിൻ്റെ അമ്മേനെ അടുത്ത് കിടക്കാൻ പറ്റില്ലെന്ന് പേടിപ്പിച്ച്. പേരൻസിനാണല്ലോ മെയിൻ റോള്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പേരൻസ് കൂടെ ഇല്ലാത്തതിനാണല്ലോ ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അപ്പോൾ പേരൻസിന് ആ മൂത്ത കുട്ടീനെ അറിയാവുന്ന പോലെ ആർക്കറിയാൻ പറ്റും? അപ്പോൾ പേരൻസിന് അവരുടെ സ്ട്രെങ്ത് മനസ്സിലാവും, പേരൻസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, നീ പ്രൊമോട്ടഡ് ആവുകയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള റോള് അവർക്ക് ഇപ്പോഴേ അസൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു സീനിയോറിറ്റി അവർ ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കും. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ. പിന്നെ തീരെ ചെറിയ കുട്ടികൾ, അതായത് ലാക്ടേഷൻ പോലും മാറാത്ത കുട്ടികൾ അടുത്ത കുട്ടികളാവുന്നതും ഒരു തരത്തിൽ അത് ആ കുട്ടികളെ അത്ര പാടൊന്നുമല്ല. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മമാർ തന്നെ അവരെ ഒപ്പം എടുത്തിക്കൊണ്ട് എങ്ങനെ അതൊന്ന് മെർജ് ചെയ്യാന്നുള്ളത് അതൊരു നാക്ക് തന്നെയാണ്. ഇതിൽ ഫെയിലാവുമ്പോഴാണ് കുട്ടികൾ ജനിച്ച് കഴിയുമ്പോൾ അവർ അത്ര റിസപ്റ്റീവ് ആയിരിക്കില്ല. വർക്ക് ലോഡ് കൊണ്ടോ അവന് അമ്മ പോയ അവസരമല്ല തിരിച്ചു വന്നത്. അമ്മ തിരിച്ചു വരാൻ ചിലപ്പോൾ നിറവേറുകൊണ്ടായിരിക്കും. ഈ കുട്ടി ആ ഒരു 9 months ട്രാവലിൽ കൂടെ ആ കുട്ടി ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. ആ കുട്ടിക്ക് മനസ്സിലാവില്ല എൻ്റെ സ്ഥാനം പെട്ടെന്ന് മാറും. അപ്പോൾ പ്രിപ്പയർ ചെയ്യാത്തതിൻ്റെ കുറവുകൊണ്ടേ ഉള്ളൂ സിബ്ലിംഗ് റൈവൽറീസ് കയറി വരുന്നത്. ഇല്ല, നേരത്തെ സിബ്ലിംഗ് റൈവൽറി വരുന്നതിൻ്റെ സൂചന നമുക്ക് നേരത്തെ കിട്ടും. കുട്ടി വയറായി കിടന്ന് ചവിട്ടുന്നു, എനിക്ക് ബേബി വേണ്ട, അമ്മേനെ കടിച്ചു കീറുന്നു, ഇത് കൊണ്ട് കളയാം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ എങ്ങനെ അപ്പോൾ സിബ്ലിംഗ്സ് ഉള്ളിടത്ത് പോയി കാണിക്കുന്നത്, സിബ്ലിംഗ്സ് ഉള്ളിടത്ത് സ്ലീപ്പ് ഓവർ ചെയ്യുന്ന, കസിൻസിനെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ കുറേ നാക്സ് വെച്ച് ഈ കുട്ടീനെ പ്രിപ്പയർ ചെയ്യാം. ആ കുട്ടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോപ്പർ പാരൻറ്റിങ്ങിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓബ്വിയസ്ലി നിനക്കെല്ലാം ഫ്രഷ് ആണ് കിട്ടി, നിൻ്റെ കുഞ്ഞിന് കിട്ടാൻ പോകുന്ന എല്ലാം നിൻ്റെ സാധനങ്ങൾ. ആർക്കാണ് പ്രയോറിറ്റി വെച്ചാൽ അവിടെയും കുട്ടിയെ അവന് റെസ്പോൺസിബിലിറ്റി കൊടുത്തോണ്ട് തന്നെ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നുള്ളൂ. അവിടെ 2 തരത്തിൽ കുട്ടികളെ നോക്കാനല്ല, അതൊരു നാക്കാണ്. പാരൻറ്റിങ് വഴി മാറ്റാവുന്നേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് ഡ്രഗ്സിനോട് എന്ന പോലെ തന്നെ ഒരു അഡിക്ഷനാണ് മൊബൈൽ ഫോണിനോട്. ഫോർ മീ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കൾപ്രിറ്റ് അല്ലെങ്കിൽ കുറ്റക്കാർ പാരൻസ് തന്നെയായിരിക്കും. ഒരു കുഞ്ഞും ജനിച്ച് വീഴുന്നത് മൊബൈലുകൊണ്ടല്ല, അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ വാശി പിടിക്കുമ്പോൾ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് പോകും. പിന്നീട് അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാതെ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. ഈ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന എക്സസീവ് സ്ക്രീൻ ടൈം ഉള്ള കുട്ടികളിൽ എന്തൊക്കെയാണ് ദോഷമായിട്ട് ഭവിക്കുന്നത് അവർക്ക്? അവരിൽ വരാവുന്ന ഏറ്റവും വലിയ ദോഷം നമ്മൾ ബിഹേവിയറൽ ഇഷ്യൂസാണ് ഏറ്റവും ഡിസ്റപ്റ്റീവ് ബിഹേവിയർ. അതായത് നിഷേധാത്മകത കൂടുന്നു. അവർക്ക് ക്രേവിങ് കാരണം ചുറ്റുപാട് ഒരു ബ്ലൈൻഡായി പോകുന്നു. ആരോട് എങ്ങനെ പെരുമാറണം, ഹൈറാർക്കി ഇല്ല. അമ്മയോട് പെരുമാറണം അല്ല അമ്മൂമ്മയോട് പെരുമാറണം, ആ ഒരു തിരിച്ചറിവില്ല. പറക്ക പറ്റുന്ന പ്രായം തൊട്ടേ അവർ കണ്ടു വളരുന്ന ഇത്രയും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും അവരിലെ സോഷ്യൽ ഇൻഹിബിഷൻസ്, എന്താ പറയുക, ചുറ്റുപാടോട്ട് എങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ അവർക്കറിയില്ല. ഒരാൾ വന്ന് ബെല്ലടിച്ചാലും കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയും ഫോണിൽ ഇറങ്ങി വരികയായിട്ട് ആരാ വന്നതെന്നായിട്ട് അമ്മേനെ വന്ന് പറയാം, ബെല്ലടിച്ച പോലും കേട്ടിട്ടുണ്ടാവില്ല. ആ ചുറ്റുപാടുമായിട്ട് ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന കുട്ടികളെ ഇൻട്രാക്ഷൻ ഏറ്റവും ആ കുട്ടികളെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻട്രാക്ഷൻ കുറവായിരിക്കും. അവർക്ക് അറിയില്ല എന്താ ചുറ്റും നോക്കുന്നത്, എങ്ങോട്ട് നോക്കണം. ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകട്ടെ, നമ്മളൊരു മൂവി തിയേറ്ററിൽ പോയിക്കോട്ടെ, എവിടെ ചെന്നാലും ഗ്ലൂ ഇൻ ചെയ്തേക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അതായത് അവരെ ആ സീറ്റിലൊന്ന് ഇരുത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ പറ്റില്ല. അപ്പം അത്രയും അവരുടെ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ സ്റ്റിമുലേ അത് എന്തുകൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു റോഡിൽ ഒരാൾ മദ്യപിച്ച് ലക്കിലത് കിടക്കണം, ഇതെന്താണ് ഒരു ബോധമില്ല, ഇത്രയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഇത്രയും തന്നെ ഒരു ടോക്സിനാന്നുള്ളത് അത് ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഞാനിവിടെ ഇത്രയും സംസാരിക്കും, ഇവിടെ ഇത്രയും സാധനം എടുത്ത് വെക്കുന്നത്, എൻ്റെ കുഞ്ഞ് ശ്രദ്ധിക്കുന്ന പോലുമില്ല. വേർ ഇസ് ദ ചൈൽഡ്സ് അറ്റൻഷൻ. അപ്പം ആ ഒരു സോഷ്യലൈസേഷനേ ഇല്ല. രണ്ട് ഇരുന്നിരുന്ന് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇരുന്നിരുന്ന് കാണുക, ഇരുന്നിരുന്ന് ഫിസിക്കൽ മോർബിഡിറ്റീസ്, അത് അമിതവണ്ണം തൊട്ട് അത് അമിതവണ്ണം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊട്ട് എല്ലാം. പിന്നെന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കൂടുന്നതാണ് സ്കോളാസ്റ്റിക്. പഠിത്തം പുറമോട്ട് എവിടെ പഠിക്കാനിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കൂടുന്ന പല പല കാര്യങ്ങളാണ്. എങ്ങനെയാണ് തീർത്തിട്ട് അതിലേക്ക് പോകണം. പഠിച്ചു കഴിഞ്ഞാൽ പോലും റീകോളിംഗ് ഇല്ല, ആ മെമ്മറി കിട്ടുന്നില്ല, തിരിച്ചു പോയി നാളെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇത് കിട്ടില്ല. അപ്പം എല്ലാ മേഖലകളിലും കുട്ടീനെ കൂടുതൽ ഡിസേബിൾഡ് ആക്കുകയാണ്, ഹാൻഡിക്യാപ്ഡ് ആക്കുകയാണ്. ഈ ഒരു നിമിഷം നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി, ആ നിമിഷം നേരത്തിന് വേണ്ടി കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്ക്രീൻ ടൈം എത്രയാണെന്ന് അറിയാമോ? സ്ക്രീൻ ടൈം കേട്ട 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 0 മിനിറ്റാണ് സ്ക്രീൻ ടൈം. അത് അമേരിക്കൻ പറഞ്ഞാൽ മനസ്സിലായില്ല, ഇന്ത്യക്കാർ പറഞ്ഞിട്ട് മനസ്സിലായില്ല. IAPയും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നോ സ്ക്രീൻ ടൈം. പോസ്റ്റ് കോവിഡിന് ശേഷം ഭയങ്കര ഒരു ഓട്ടിസം ബൂമൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇതിനൊരു തീരുമാനമായി. ഇപ്പം മിക്ക വീട്ടുകളും കാണിക്കില്ലെന്ന് പറഞ്ഞാൽ പറ്റും. ആ ഒരു ഭയങ്കരമായുള്ള സ്ക്രീൻ ടൈമിൽ നിന്ന് കൊണ്ടുവരണം. എന്നാൽ പോലും 0 മിനിറ്റ് ഏതെങ്കിലും വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലെസ് ദാൻ 2 ഇയേഴ്സ് 0 മിനിറ്റ്. ഈ 2 ഇയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് 2 ഇയേഴ്സ് മാത്രമേ കുഞ്ഞുങ്ങൾ വളരുന്നുള്ളൂ. പക്ഷേ ആ 2 ഇയേഴ്സാണ് നമ്മുടെ കയ്യിൽ കിടന്ന് കിട്ടിയ കുഞ്ഞ് ഓടി നടന്ന് ഒരു മിനി അഡൾട്ടാവുന്ന പ്രായം. അത് വലിയൊരാളുടെ ചെറിയ രൂപമാണ് ഈ ചെറിയ കുഞ്ഞാവുന്നത്. അപ്പോൾ ഈ കുഞ്ഞത് പഠിക്കുന്നത് എങ്ങനെയാണ്? ചുറ്റും നോക്കിയും കണ്ടുമല്ലേ. നമ്മളുടെ ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അപ്പ എങ്ങനെ ഷേവ് ചെയ്യുന്നത്, നമ്മുടെ അമ്മ എങ്ങനെ സാരി കൊടുത്തത്, നമ്മുടെ അമ്മ ചെടി നനയ്ക്കുന്നത്, ഇത് കണ്ടൊരു ഓർമ്മയുണ്ട്. അത് നമ്മളെ നിർത്തി പഠിപ്പിച്ചു തന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒബ്സർവേഷനേ ഇല്ല. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ മാക്സിമം ബ്രെയിൻ ഗ്രോത്ത്, അതായത് ഒരു ജനിക്കുന്ന കുഞ്ഞിൻ്റെ സൈസ് നോക്കിയാൽ തലയാണ് ഏറ്റവും വലുത്. 2 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും 90% തലച്ചോറിൻ്റെ വളർച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ കൊടുത്ത് ഫലിപ്പിക്കാൻ നോക്കിയാലും 90% ബ്രെയിൻ ഗ്രോത്ത് നടക്കുന്ന സമയത്ത്, ഫാസ്റ്റ് ഗ്രോയിങ് ബ്രെയിൻ സെൽസ് ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന എൻവയൺമെൻറ്റ്, അവസരങ്ങൾ, സാഹചര്യം, ഇതാണ് ആ കൊച്ചിനെ നാളെ സൂപ്പർ ഹ്യൂമൻ ആക്കാൻ പോകുന്നത്. അല്ല നിങ്ങൾ 2 ഇയേഴ്സ് കഴിഞ്ഞ് കൊടുക്കുന്ന ഏത് അവസ്ഥയാണ് ശരി അല്ല. അപ്പോൾ 2 ഇയേഴ്സിന് വരെ നോ സ്ക്രീൻ ടൈം. 2 ഇയേഴ്സ് to 5 ഇയേഴ്സ് ഇപ്പോഴും ഒരു ടോഡ്ലർ ഏജും അല്ലെങ്കിൽ ഏർലി സ്കൂൾ ഏജുമാണ്. അവിടെ 1 hour പെർമിറ്റഡ് ടൈം ഉണ്ട്. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. കോ വാച്ചിങ്, സൂപ്പർവൈസ്ഡ് വാച്ചിങ്, അതായത് കൂടെ ഒരാൾക്ക് ഇരുന്ന് കാണുകയാണെങ്കിൽ, ഒപ്പം ഇരുന്ന് കാണുകയാണെങ്കിൽ അതിൽ കാണുന്ന കാര്യങ്ങൾ വിവരിച്ച്, അയ്യോ ഡോറ ചാടിപ്പോയത് കണ്ടോ, അതായത് അതിൻ്റെ ഒപ്പം ചാടുന്ന, അതിന് ഇൻട്രാക്ട് ചെയ്തുള്ളൊരു സ്ക്രീൻ ടൈം. ഇപ്പോൾ ഡോറയൊന്നും ആരും കാണണ്ട, വേറെ കാര്യം. പക്ഷേ ആ കോ വാച്ചിങ് സൂപ്പർ. സെക്കൻഡ് കണ്ടീഷൻ, ഇത് കുഞ്ഞിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിനെ ഹിൻഡർ ചെയ്തുകൊണ്ടുള്ള ടൈമല്ല. അതായത് കുഞ്ഞ് കളിക്കേണ്ട സമയത്തോ ഉറങ്ങേണ്ട സമയത്തോ കുളിക്കേണ്ട സമയത്തോ കുഞ്ഞിൻ്റെ ഒരു വിധത്തിലുള്ള റുട്ടീനും ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ടൈം അല്ല ആയിരിക്കണം ഈ സ്ക്രീൻ ടൈം. അപ്പോൾ ആ ഒരു 1 hour എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കൊടുക്കാനുള്ളതും അല്ല. ഡിവൈഡഡ് ടൈമിൽ 20 minutes കൂടുതൽ പറയുന്നില്ല.
കുഞ്ഞിൻ്റെ മേജർ കാര്യങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ വേണ്ടിയും കൊടുക്കുന്ന ഉപായമായിരിക്കും. അതായത് ഒരു അനസ്തീഷ്യ കൊടുത്ത് പല്ല് പറിപ്പിക്കുന്ന എഫക്റ്റ് ആവരുത്. ആ കുഞ്ഞെടുത്ത് എൻ്റെ ഉദ്ദേശം ഒരു പാത്രം ചോറ് കഴിപ്പിക്കണം. അതിന് കൊച്ച് എന്ത് വേണമെങ്കിലും കണ്ടോട്ടെ. ഒരു പാത്രം ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പോൾ ആ ഒരു പാത്രം ചോറ് കഴിപ്പിച്ച ശരീരം വളർത്തുമായിരിക്കും. പക്ഷേ ആ 20 മിനിറ്റ് കൊടുത്ത സ്ക്രീൻ കാരണം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് ആ തലച്ചോറിനെയാണ്. 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ല. എന്നാൽ പോലും 2 hours ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം കുറേ സ്ക്രീൻ ടൈം വേണ്ടതാണ്. അപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞ് പേരൻസിൻ്റെ ഡിസിഷന് വിട്ടുകൊടുക്കാം. പ്രൊവൈഡഡ് പിന്നെയും ഇതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീനോ ഫിസിക്കൽ പ്ലേനെയോ അവരുടെ ഡെയിലി റുട്ടീനെ ബാധിച്ചോ ഉറക്കത്തിനെയോ ബാധിച്ചോണ്ടുള്ള സ്ക്രീൻ ടൈം അല്ലാതെ അവർക്കത് പ്രശ്നത്തെ രീതിയാണെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. അതുവരെയുള്ള ബുദ്ധിവികാസം നോർമലാണെന്നും കൂടി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോയിരിക്കുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റികൾ ഇല്ലാത്തതിൻ്റെ കാരണം സമയമില്ലല്ലോ. സമയമില്ല. ഒരിടത്ത് കൊണ്ടുപോയി വെർച്വൽ ആക്ടിവിറ്റിക്കല്ലേ അതിലും സമയമുള്ളത്. അതിനിപ്പോൾ എവിടെ വേണമെങ്കിലും പോകണം. പാർക്ക് അടയ്ക്കുന്ന 8 മണിക്കാണ്. 8 മണിക്ക് മുമ്പ് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പേ അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം പാർക്കിലാണ്. അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് സമയമില്ല. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ മീൻ വാങ്ങിക്കാൻ പോയിട്ട് കുഞ്ഞിനെ എക്സ്ട്രാ കൊണ്ടുപോകും. പക്ഷേ അത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാൻ. അതെനിക്ക് എക്സ്ട്രാ പണിയാണ്. പക്ഷേ ആ ഒരു പേഷ്യൻസും സമയവും എനിക്ക് ചിലവഴിക്കാൻ ഉണ്ടെങ്കിൽ അന്നത്തെ എനിക്ക് കളിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയില്ലായിരിക്കും. പക്ഷേ ആ പോകുന്ന വഴിക്കും നടക്കുന്ന വഴിക്കും എനിക്ക് ആ കൊച്ചിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈം. ഇതൊന്നും സമയമില്ലെങ്കിൽ ഇപ്പം സ്ഥലമില്ല, വീടിന് ചുറ്റും സ്ഥലമില്ല, ഫ്ലാറ്റ് ജീവിതം, കോമൺ പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും റെസ്റ്റ് ആയിരിക്കണം. അവിടെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുഞ്ഞ് അൺടൈഡി ആയി പിന്നെയും കൊച്ചിനെ കുളിപ്പിച്ചെടുത്ത് അവിടെ സമയവും ഇല്ല, ആളുമില്ല. സ്ഥലപരിമിതി പിന്നെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഫിസിക്കൽ പ്ലേ മസ്റ്റാണ്. ഇപ്പം നേരത്തെ ഡോറയുടെ കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കൊക്കോമെലനൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് കാണാനും വളരെ രസമാണ്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. അതായത് ഇത്തരം കാർട്ടൂൺസ് കുട്ടികളിൽ വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇത് എന്ത് തരത്തിലുള്ള ദോഷമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്? അഡിക്ഷൻ തന്നെ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കളേഴ്സ്, ആ ചാട്ടം, കുഞ്ഞറിയാതെ തന്നെ ഞാൻ സോഫയുടെ പുറത്താണോ താഴെയാണോ ഞാൻ വീണ എന്തെങ്കിലും പറ്റും ഒന്നും ഓർക്കണം, എടുത്തങ്ങ് ചാടുകയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ICU കിടക്കുന്ന കുട്ടിയാണ്. വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഇറങ്ങി താഴെ ചെന്ന് ആ ബെഡിൻ്റെ വീലാണ് ശ്രദ്ധിക്കുന്നത്. വീൽസ് ഓൺ ദ ബസ്സാണ് കൊച്ചിൻ്റെ തലയിൽ കൂടെ റണ്ണാവുന്നത്. വീൽസ് ഓൺ ദ ബസ് ഗോ, വീൽസ് ഓൺ ദ ബസ്. കുഞ്ഞ് നമ്മളത് കൊടുത്ത അവസരം എന്തായിരുന്നു? കുഞ്ഞിനെ കൊണ്ടൊരു കാര്യം ചെയ്യിച്ചെടുക്കാൻ, ചുറ്റുപാടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യിച്ചെടുക്കാൻ. ആ ഡിസ്കണക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദോഷം. ആ കളേഴ്സും അതിന് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റിന് കുഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല. ഇരുന്ന് വരയ്ക്കാനോ ഇരുന്ന് കളർ ചെയ്യാനോ വാട്ട് ഫൺ ഇസ് ദെയർ ഇൻ ദാറ്റ്? കുട്ടി കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡുമാണ്. കുട്ടിയുടെ ലോകത്താണ്. കുട്ടിയുടെ ലോകത്ത് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കിക്കടിച്ച് നടക്കുകയാണ്. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ എന്താ പറയുക എപ്പോഴും ഹൈപ്പ് എടുത്ത് നടന്നാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബ്രെയിൻ കാമാവുന്നുണ്ടോ? അപ്പോൾ കൊക്കോമെലോൺ മാറ്റി ഇപ്പോൾ പലരും വേറെ പലതിലേക്കും മാറി. അപ്പോൾ ഒരുപാട് പുതിയ കാർട്ടൂൺസ് വരുന്നുണ്ട്. ഇതൊരു മെയിൻ ഇഷ്യൂ ആണ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പം പലരും പറയും ഞങ്ങൾ എഡ്യൂക്കേഷൻ ലാബ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഷേപ്പ് സോർട്ട് ചെയ്യാൻ, കളർ സോർട്ട് ചെയ്യാൻ, കളർ തൊട്ട് തോണ്ടി കളർ ചെയ്യാൻ. പിന്നെ ചിലർ പറയും ഞങ്ങൾ ബിഗ് സ്ക്രീനാണ് കാണിക്കുന്നത്, സ്മോൾ സ്ക്രീൻ അല്ല. കയ്യിൽ വെച്ച് തോണ്ടുമ്പോഴല്ലേ ഡോക്ടറെ പ്രശ്നമുള്ളൂ, ഇത് അവിടെ ഇരുന്ന് ദൂരെ ഇരുന്ന് കാണുക. അല്ലെങ്കിൽ ചിലർ പറയാം TV അവിടെ ഓൺ ആയിരിക്കും, പക്ഷേ കൊച്ചു ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുന്ന അമിത സ്ക്രീൻ ടൈം ഉള്ള കുട്ടികളിൽ അത് കുറയ്ക്കാനായിട്ട്, ഇപ്പോൾ നിലവിലുള്ള കുട്ടികളിൽ അത് കുറയ്ക്കാനായിട്ട് മാതാപിതാക്കൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? വീണ്ടും രണ്ട് കാര്യം നിങ്ങൾ ഇതും പഠിച്ചത്, സമയവും ക്ഷമയും. ഇത് രണ്ടും ഉണ്ടായോ? പേഷ്യൻസും അതിനനുസരിച്ച് സമയം ഉണ്ടെങ്കിൽ വാട്ട് ഡു ദേ വാണ്ട്? ദേ വാണ്ട് സം ഫൺ. ആ ഫൺ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് വഴി മാത്രമല്ല കൊടുക്കാവുന്നത്. ഇഷ്ടം പോലെ അവരോട് സ്പെൻഡ് ചെയ്യുന്ന സമയം വഴി അവരോട് സ്പെൻഡ് ചെയ്ത് അവരോട് ക്ഷമയോട് അവരെ കൊണ്ട് പോയി തിരിച്ച് വരണമെങ്കിൽ നമ്മുടെ BP 180-100 ആവും ആദ്യത്തെ ഒരാഴ്ച. പിന്നെ നമുക്ക് അവരുടെ വൈബ് മനസ്സിലാവും, അവർക്ക് നമ്മുടെ വൈബ് മനസ്സിലാവും, നമ്മൾ എന്തൊക്കെ പ്രിപ്പയർഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ആ ക്രേവിങ് കുറച്ചെടുക്കുക. അപ്പോൾ ആ ക്രേവിങ് കുറച്ചെടുക്കുക അവർക്ക് കൊടുക്കുന്ന സമയവും ക്ഷമയും. 2 നമ്മളാണ് മോഡൽ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടി ഫോൺ കാണണമെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഫോണിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. കുട്ടി അത് കണ്ടുകൊണ്ടിരുന്നാലേ എനിക്ക് ഈ സീരീസ് തീർക്കാൻ പറ്റൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാരൻസ് മൊബൈൽ വെച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കും. ഇതാണ് കൊച്ചു കാണുന്നത്. കൊച്ചിപ്പോൾ കാണാറില്ല, കാരണം ഒരുമിച്ചിരുന്ന് ഡൈനിങ് ഒരു വീട്ടിൽ ഇപ്പോൾ നടക്കുന്നില്ല. കുട്ടി കഴിച്ചിട്ട് കുട്ടി നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അമ്മ വേറെ കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അപ്പനവിടെ ഏതോ സമയം വരുന്ന കഴിക്കുകയായിരിക്കും. അവരവരുടെ കൺവീനിയൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് അത് വേറൊരു ടിപ്പാണ്. നിങ്ങൾ എത്ര ബിസി ആയിട്ടുള്ള പേരൻസ് ആണ്, ദിവസം ഒരു മീല് ഒരു ഡൈനിങ് ടൈം ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും കൂടെ നോക്ക്.
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിണ്ട്. നിങ്ങൾ ഒന്ന് ഇന്ന് അപ്പ പോയടത്ത് ഇന്നൊക്കെ സംഭവിച്ചു, അപ്പം ഇന്ന് ഭയങ്കര ടയേർഡാണ്. അത് കുട്ടിയെ പേരൻസിന് മനസ്സിലാവണം, പേരൻസിന് കുട്ടിയെ മനസ്സിലാവണം. ഈ ഒരു ബോണ്ടിങ് ടൈം ഇപ്പം ഇല്ല. ഡോക്ടർ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇന്ന് പല വീടുകളിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞത് ഇല്ല. അതിൻ്റെയൊക്കെ തന്നെയായിരിക്കും ഈ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി. പിന്നെ നമ്മൾ ചോദിക്കും എന്തിനാ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ ഇപ്പോൾ അപ്പുറത്ത് പോയി മിണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാക്കിയിട്ട് എന്താ ഗുണം, എന്താ എന്തിനാ ഈ സോഷ്യലൈസ് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് സോഷ്യലൈസ് ചെയ്ത് തന്നെ എല്ലാ സാധനങ്ങളും കൈ കിട്ടുന്നുണ്ട്. എല്ലാം കൈവിരലാണ്, എല്ലാം കൈത്തുമ്പിലാണ്. ജസ്റ്റ് ഹാവ് ടു ഓർഡർ ഫോർ സംതിങ്. ഫുഡാണെങ്കിലും വരും. ഇപ്പോൾ 2 നിലയുള്ള വീടുകളിലാണെങ്കിൽ മേലെ കുട്ടികളായിരിക്കും, താഴെ നിന്ന് പാരൻസ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, താഴേക്ക് വാ ഡിന്നർ റെഡിയാണ്. കുട്ടികൾ താഴത്തേക്ക് വരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ വരെ മൊബൈലിലൂടെ ആയി തുടങ്ങി. ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ വീടുകളിൽ കേൾക്കാനില്ല, വീടുകളിൽ ഒച്ചയില്ല, വീടുകളിൽ സംസാരമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ജനിച്ച് വീഴുന്ന കൊച്ചു എവിടുന്ന ഭാഷ പഠിക്കേണ്ടത്? സംസാരം കേൾക്കാതെ എങ്ങനെ അവർ കേട്ട് വളരുന്നത് ആദ്യം ഇംഗ്ലീഷാണ്. അപ്പോൾ എൻ്റെ കൊച്ച് ഭയങ്കര ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്, പക്ഷെ മലയാളം ഇല്ല, മലയാളം കിട്ടുന്നില്ല. അതൊരു സ്റ്റൈലിലൊക്കെ പറയുമെങ്കിലും മാതൃഭാഷ എന്നത് തിരിഞ്ഞു. മാതൃഭാഷ അല്ല ഇപ്പം മലയാളം. അവർ കേട്ട് വളരുന്നത് കുട്ടി ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ഈ അമ്മ മിണ്ടുന്നില്ല. ഫസ്റ്റ് 1000 days കൺസെപ്റ്റ് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ കൺസീവ് ആകുമ്പോൾ തൊട്ടുണ്ട്. അപ്പോൾ 270 ദിവസം ഫോൾ അമ്മയുടെ കയ്യിലാണ് നിൽക്കുന്നത്. ആ അമ്മ പോലും സംസാരിക്കുന്നില്ല. അമ്മയും കൂടുതൽ ടൈം ലോക്ക്ഡ് ഇൻ ആയിരിക്കാം, പ്ലഗ്ഡ് ഇൻ ആയിരിക്കാം, ഫോണിലായിരിക്കും. അപ്പോൾ ആകത്തേർക്ക് കുഞ്ഞുങ്ങളുമ്പോൾ മിണ്ടാതെ ഈ കുഞ്ഞിന് എന്താണ് സ്പീച്ച് കുട്ടി പഠിക്കേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, അതായത് ഒരു പ്രഗ്നൻ്റ് ആയി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന മദറിൻ്റെ ആക്ടിവിറ്റീസ് എത്രത്തോളം ആ കുഞ്ഞിനെ ബാധിക്കും? ഇപ്പോൾ അവർ വായിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ കാണുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ എത്രത്തോളം ആ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്? എല്ലാ രീതിയിലും ബാധിക്കും. ഫസ്റ്റ് 270 days ഇൻയൂട്രോ പീരീഡ്, ആ ടേം പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1000 days തുടങ്ങുകയാണ്. ആ 90% ബ്രെയിൻ ഗ്രോത്ത് ഉൾപ്പെടുന്ന സമയമാണ്. അവിടെ അമ്മയുടെ ഒരു ചോയ്സ് എന്താണ്, അമ്മയുടെ ഒരു ടേസ്റ്റ് എന്താണ്. ഭയങ്കര പിക്കി ഈറ്റേഴ്സ്, അമ്മ തന്നെ ഛർദ്ദിച്ച് കിടക്കുന്ന കുട്ടികൾ എവിടെ ഉണ്ടായിട്ട് നമുക്ക് പിക്കി ഈറ്റേഴ്സായിട്ട് മാറുന്ന കുട്ടികളുടെ അമ്മയോട് ചോദിച്ചാൽ നിങ്ങൾ പ്രഗ്നൻസിയിൽ നിങ്ങളുടെ ഈറ്റിംഗ് സ്റ്റൈൽ എന്തായിരുന്നു? ഒന്നും കഴിക്കാനായിട്ട് അവർ തന്നെ ജങ്ക് ഈറ്ററായിരുന്നു. അവർ തന്നെ പൈക്ക തീർക്കുന്ന ഫുഡ് ഐറ്റംസിന് ജങ്കായിരുന്നു. ഇപ്പം അത് കുട്ടിക്ക് അമ്മ കഴിക്കുന്ന ഫുഡിൻ്റെ വരെ ഫ്ലേവർ അമ്നോട്ടിക് ഫ്ലൂയിഡ് വഴി അറിയുമെന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മ കേൾക്കുന്ന സമയം, അമ്മ കാണുന്ന വയലൻസ് മൂവീസാണോ, അമ്മയുടെ സ്ട്രെസ്സ്, അമ്മ വീട്ടിലുള്ള വർക്ക്, എല്ലാവരും ഹൈ പ്ലേസ്ഡ് വർക്കിംഗ് വുമണാണ് ഇപ്പം. അവർ ഉറങ്ങുന്ന സമയം അവർക്ക് തന്നെ റുട്ടീനില്ല, ഉച്ചയും രാവും എല്ലാ ഷിഫ്റ്റും ചെയ്യുന്ന ആളുകൾ. അപ്പം ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ മില്ലേനിയലും ജനറേഷൻ സിയിലും പെടുന്ന പേരൻസ്, നമുക്കിപ്പോൾ അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഫാമിലി ഡിസ്പ്യൂട്ട്സ്. ഒരു കുട്ടി ഉള്ളിലുണ്ടോ ഉള്ളിലില്ലയോ എന്നുള്ള അവസ്ഥയല്ല, ആ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സ്. ഫാമിലി ഡിസ്പ്യൂട്ട്സിന് ഏറ്റവും കൂടുതൽ കോടതിയിൽ കയറി ഇറങ്ങുന്ന പ്രഗ്നൻ്റ് ലേഡീസുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ ചേഞ്ചിങ് ലൈഫ് തന്നെ. അപ്പം ഡെഫിനറ്റ്ലി അമ്മ ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ, അകത്തിരിക്കുന്ന ആൾ ഇതെല്ലാം ഒളിച്ചും പാത്തും കണ്ടും കേട്ടും രുചിച്ചും കിടക്കുകയാണ്. അമ്മ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, അമ്മ ഉപയോഗിക്കുന്ന അഡൾട്രേറ്റഡ് ഫുഡ്, ഇപ്പോൾ ഇതിനൊക്കെ കുറേ സ്റ്റഡീസ് കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് കൂടിയെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എന്തായാലും ഇതിനെല്ലാം ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ വൂംബ് തന്നെ പാരൻറ്റിങ് തുടങ്ങുന്നുണ്ട്. ഓബിയസ്ലി പേരൻസ് ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് പാരൻറ്റ്. അതുകൊണ്ടല്ല ദൈവം തന്നെ 9 months ഏറ്റവും കൂടുതൽ ഹ്യൂമൻസിനാണ്, ഏറ്റവും കൂടുതലല്ല എന്നാൽ കൂടി ഹ്യൂമൻസിനെ പാരൻറ്റിങ്ങിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പേരൻസിന് ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറിയില്ലേ. പ്രഗ്നൻസി ആകുമ്പോൾ തൊട്ട് 2 പേരും 2 കോണ്ടിനെൻസ് എത്തും. പ്രഗ്നൻസി ആവാൻ വേണ്ടിയായിരുന്നു എനിക്ക് ഒരുമിച്ച് വന്നത്. അത് കഴിഞ്ഞ് അവരവരുടെ ലോകത്തേക്ക് പോയി. ഇനി 9 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ആ 9 മാസം കഴിഞ്ഞ് അമ്മ പ്രസവിക്കാൻ വരും. കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോകാൻ, ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ? ഗ്രാൻഡ് പേരൻസിന്. അമ്മയാവാൻ പോലും സമ്മതിക്കാത്ത സിറ്റുവേഷൻ കൂടുതൽ ലേൺ ചെയ്യുന്നത്. ഞാൻ വരുന്ന സ്ഥലം സെൻട്രൽ ട്രാവൻകൂർ, ആലപ്പുഴ, പത്തനംതിട്ട ആ ഏരിയയിലൊന്നും വീട്ടിൽ അമ്മമാരില്ല. കുറേ കൊച്ചു കുഞ്ഞുങ്ങളും കുറേ പ്രായമായ അപ്പൂപ്പനും അമ്മമ്മകളും മാത്രം. ഞാൻ ശരിക്കും ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് പാരൻസ് അബ്രോഡ് പോകുന്നു, അപ്പോൾ രണ്ടൊരു കപ്പിളായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളിവിടെ ഏൽപ്പിച്ചിട്ട് പോവാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പം ഏൽപ്പിച്ചുകൊണ്ട് പോവാണ്. അവരവിടെ പോയി ഒന്ന് സെറ്റിലാവാൻ, അത് അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകണം എന്നുള്ളൊരു ആവശ്യങ്ങൾ കൊണ്ടാണ് കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കാറുണ്ട്, ആ കൊച്ചിൻ്റെ എത്രയോ നല്ല സമയമാണ് ഇവിടെ പോകുന്നത് എന്നുള്ളത്. പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ്? സത്യം, ആ കുഞ്ഞ് ചോദിച്ചിട്ടാണോ അത് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ വിളിച്ചു വരുത്തിയ ഒരു ജീവൻ ഇത്ര ബിസിയാണ്, എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? ഞങ്ങൾ പല പേരൻസോട് ചോദിക്കാറ്. പിന്നെ ജീവിത സാഹചര്യം നമ്മളെല്ലാവരും ജഡ്ജ്മെൻ്റലായിട്ട് കാണാൻ പാടില്ല. കാരണം എത്രയോ അൺഫോർച്ചുനേറ്റ് പേരൻസ് ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പം ജഡ്ജ്മെൻ്റലാവുന്ന എനിക്ക് ഇപ്പോൾ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷേ അവർ പറയും ഞങ്ങളുടെ ലോൺ തീർക്കണ്ടേ, ഞങ്ങൾക്ക് ഈ കുട്ടിയെ വളർത്തണമെങ്കിൽ സാമ്പത്തികം വേണ്ടേ. ഞങ്ങൾ 10, 35, 38 വയസ്സാകുന്നതിന് മുമ്പ് ഞങ്ങൾ കുട്ടിയാക്കാൻ കാരണം ഞങ്ങളുടെ പേരൻസ് ഇപ്പോഴും യങ് ആയതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ തള്ളിക്കളയാനല്ല. പക്ഷേ
എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, പ്രൊവൈഡഡ്. ഇപ്പോൾ ഫോർമുല ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെ? ശരിയാണ്. നമ്മളിപ്പോൾ ആലോചിക്കുന്ന ഈ തിരക്കില്ലേ, അതായത് ഇപ്പം ഇത് ലോകം തീരാൻ പോകുന്നൊരവസ്ഥയാണെന്നുള്ളത് ഒരു 10 വർഷം കഴിഞ്ഞ് പുറമോട്ട് ആലോചിക്കുമ്പോൾ അപ്പോഴത്തേനും ഈ കൊച്ചിന് 10 വയസ്സായിട്ടുണ്ടാകും. അന്ന് ഞാൻ ഈ സമയം കൊടുത്തായിരുന്നെങ്കിൽ മേ ബി ഇത് അവോയ്ഡ് ചെയ്യാവുന്നതായിരുന്നിരിക്കാം. അല്ലെങ്കിൽ എനിക്കിനി ഇങ്ങനൊരു സമയം ഇല്ല, എനിക്ക് പാരൻറ്റിങ് എപ്പോഴും എനിക്കിനി ഒരു അവസരമുള്ളത് ഞാൻ ഗ്രാൻഡ് പാരൻ്റ് ആകുമ്പോഴോ. ഞാൻ ഗ്രാൻഡ് പാരൻ്റ് ആകുമ്പോൾ കൊച്ചുമക്കളെ നോക്കി കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഗ്രാൻഡ് പാരൻ്റ് ആകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. നമ്മുടെ കുട്ടികളുടെ അവർ കണ്ടു വളരുന്ന ഫാമിലി സിറ്റുവേഷൻ തന്നെ അവർക്കൊരു ഫാമിലി ഉണ്ടാക്കണം ഒരു ആഗ്രഹമില്ലാത്ത രീതിയിലോ. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, വിർച്വൽ ഓട്ടിസം. എന്താണിത്? ട്രെൻഡിങ് ടോപ്പിക്. വെർച്വൽ ഓട്ടിസം ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഭയങ്കര സുഖമുള്ള ഒരു പേരാണ്, വെർച്വൽ ഓട്ടിസം. വെർച്വൽ ഓട്ടിസം എന്താണെന്ന് അറിയണമെന്നെങ്കിൽ ഓട്ടിസം എന്താണെന്ന് അറിയണ്ടേ. ഓട്ടിസം എന്ന് പറയുന്നത് എന്താ? ഓട്ടിസം എന്ന് പറയുമ്പം ഞാൻ ആദ്യം പറഞ്ഞ 4 മേഖലകളുണ്ടായിരുന്നു, ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ 2 ഡൊമൈൻസ്, അതായത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷനും സംസാരശേഷിയും, 2 സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സമൂഹവുമായിട്ട് ഇടപെടുന്ന 2 ഈ 2 മേഖലയിലും പിന്നോക്കാവസ്ഥ കാണിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. അതൊരു ഡിസീസ് അല്ല, ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്, അതൊരു ഓട്ടിസം. എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വലിച്ചൊരു സംസാരിച്ച് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നെപ്പറ്റി നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ആ ഒരു സോഷ്യലൈസേഷൻ ആസ് ഈ ജനറേഷൻസ് മാറുന്തോറും ആ സ്കില്ല് കുറഞ്ഞു വരാൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പം ആ ഓട്ടിസം എന്നത് ഈ 2 മേഖലയെ പുറകെ നിൽക്കുമ്പം ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് അവെയർനെസ് ഉള്ളതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ആണോ എന്നറിയാൻ വേണ്ടി പലരും വരും. അപ്പം വരുന്ന ഏജ് ഗ്രൂപ്പ് ഒരു 1.5 2 ഇയേഴ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു റുട്ടീൻ ഒരു വാക്സിനേഷൻ സമയത്ത് കണ്ടൊരു പീഡിയാട്രിഷ്യൻ പിക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് സംസാരം ആയില്ലല്ലോ, ഇടപെട്ടില്ലല്ലോ, എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ, അതൊന്ന് ചൂണ്ടിക്കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് കാണിക്കും. നമ്മൾ ഓട്ടിസം ആണെന്നുള്ളൊരു കാണിക്കണം, അസസ്മെൻറ്റ് ചെയ്യണം. അപ്പം മിക്കപ്പോഴും ഇവർ ചിലപ്പം അടുത്ത് പോകുന്നൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനടുത്തോ അല്ലെങ്കിൽ പല പീഡിയാട്രിഷ്യൻസും ഇപ്പോൾ കുഞ്ഞ് സ്ക്രീൻ കാണുന്നുണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ട്, വെർച്വൽ ഓട്ടിസമാണ്. വെർച്വൽ ഓട്ടിസം ആയതുകൊണ്ട് സ്ക്രീൻ നിർത്തിയാൽ മതി, ബാക്കിയെല്ലാം ശരി. അപ്പോൾ വെർച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് തള്ളിപ്പെടും. കുഞ്ഞിനെ ഇടപെടാൻ നമ്മൾ അവസരം കൊടുക്കാത്തതുകൊണ്ട് കുഞ്ഞ് ഇടപെടുന്നില്ല. കുഞ്ഞ് ഇടപെടണമെന്നുണ്ടെങ്കിൽ ചുറ്റും നോക്കണ്ടേ. ആ സമയം മുഴുവൻ കുഞ്ഞ് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫോണിൻ്റെ മുമ്പിലല്ലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഫോൺ മാറ്റുമ്പോൾ കുഞ്ഞ് ചുറ്റോടും തലപൊക്കി നോക്കട്ടെ. അപ്പം ഈ വെർച്വൽ അങ്ങനെ മാറുന്ന കുറേ അവസ്ഥകളുണ്ട് കേട്ടോ. പക്ഷേ അതൊരു വെർച്വൽ ഓട്ടിസം എന്ന് ഇപ്പം അപ്രൂവ്ഡ് ടേമായിട്ട് കയറി വരുന്നുണ്ട്. ഓട്ടിസ്റ്റിക് സിംറ്റംസ് വെർച്വൽ വേൾഡിനെ മാറ്റിക്കഴിയുമ്പം റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വെർച്വൽ ഓട്ടിസം എന്ന് പറയാം. പക്ഷേ എന്തോ ആയിക്കോട്ടെ, വെർച്വൽ ഓട്ടിസം ആണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ കുഞ്ഞിന് 3-3.5 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. ഇത് റെഡ് ഫ്ലാഗ് നേരത്തെ കാണിച്ചു കഴിഞ്ഞെങ്കിൽ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമ്മൾ കാഷ്വലായിട്ട് എടുത്ത് സ്റ്റൈലായിട്ട് ഉപയോഗിച്ച് അത് മാറ്റി നിർത്താതെ അതിനുവേണ്ടി പ്രയത്നിക്കുക. എൻ്റെ കുഞ്ഞ് ആ ട്രാക്കിലേക്കാണ് പോകുന്നത്, നോർമൽ ഡൊമൈനല്ല, ആ ഒരു ഓട്ടിസ്റ്റിക് ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പേരൻസ് മുമ്പ് ADHD പറഞ്ഞ പോലെ തന്നെ കുറേ കൂടെ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിന് ഉചിതമായ രീതിയിലുള്ള ഒപ്പീനിയൻ എടുത്തുകൊണ്ടും, അല്ലാതെ പലരും പറഞ്ഞു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ ശരിയായിക്കോളും, ഫോൺ മാറ്റുമ്പോൾ ശരിയാണ്, വെയിറ്റ് ചെയ്തിരിക്കരുത്. അസസ്മെൻ്റ് എടുത്ത് അതല്ലാന്നോ ആണെന്നോ ആയിക്കോട്ടെ ഓട്ടിസം ട്രാക്കിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിഡ്രോ ചെയ്യും. പക്ഷേ വെർച്വൽ ഓട്ടിസം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഓഫൻ കുട്ടികൾ റിവേഴ്സായി വരാറുണ്ട് ഈ പറയുന്ന സ്ക്രീൻ കാരണം ആണെങ്കിൽ. പക്ഷെ എന്നാൽ പോലും അവർക്ക്, കാരണം ആ ഫസ്റ്റ് 2 ഇയേഴ്സിൽ വന്നാൽ കുറച്ച് ക്ഷതമല്ലേ, അവരുടെ ലോങ് റണ്ണിൽ അവരുടെ അക്കാഡമിക്സിനെയും ലേണിങ്ങിനെയും ബിഹേവിയറിനൊക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ടോട്ടൽ ഓട്ടിസം എന്ന ടാഗിൻ ചിലപ്പോൾ പുറത്തു വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് ഡെവലപ്മെൻറ്റൽ ബിഹേവിയറൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സിലെ ഏറ്റവും മെയിൻ ടോപ്പിക്കായിരിക്കും ചിലപ്പോൾ ഈ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലേ. പേടിപ്പെടുത്തുന്നത്, അതായത് ഓട്ടിസം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അവസാനിച്ചല്ല, കുട്ടിക്ക് ഇനി ഒരു ഭാവിയില്ല. പലരും പേടിച്ച് തിരിച്ചു കയറി വരുന്നതും UK US കുട്ടികളെ തിരിച്ചയക്കുന്നതും, ഓട്ടിസത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് 2-3 വർഷം ഇവിടെ നിൽക്കട്ടെ, നാട്ടുകാരെയും കണ്ടു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഓട്ടിസം മുഴുവൻ അപ്പം എന്താണ് ഓട്ടിസം ഉള്ളതെന്നെ തിരിച്ചറിയാൻ, ഓട്ടിസം ഉള്ളതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ മേലത്തോണ്ടാണ് ഈ കൺഫ്യൂഷൻസ് മുഴുവൻ വരുന്നത്. അപ്പം ഓട്ടിസം ആണെന്നുള്ള ആദ്യം സ്ഥിരീകരിക്കുക. ഓട്ടിസം സ്ഥിരീകരിക്കണമെങ്കിൽ 3 വയസ്സിലും എടുക്കും. പക്ഷേ അതിൻ്റെ റെഡ് ഫ്ലാഗ്സ് ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്കറിയാൻ പറ്റും. എന്തൊക്കെയായിരിക്കും വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ? കുഞ്ഞ് ഇടപെടുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഫസ്റ്റ് കംപ്ലയിൻറ്റ്. അപ്പം കുഞ്ഞ് ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ ശരിക്കും ഓട്ടിസം ആണെങ്കിൽ ഈ പറഞ്ഞ വെർച്വലൊന്നും അല്ല. ഫസ്റ്റ് ഇയർ തൊട്ട് കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കണം എന്നൊരു മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നു, സോഷ്യൽ സ്മൈൽ. തിരിച്ച് നമുക്ക് ടാറ്റ തിരിച്ച് വേവ് ഓഫ് ചെയ്യണം. ഒരു കളി കളിക്കാൻ നോക്കിയാൽ കുഞ്ഞ് ആ ഫണ്ണ് പീക്കബു അല്ലെങ്കിൽ ഒരു ഒളിച്ച കുഞ്ഞ് നമ്മളെ നോക്കി അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന വിധം. അപ്പം നോ ഐ കോണ്ടാക്റ്റ്,
നോ പോയിൻറ്റിങ്. ഒരു വയസ്സാകുമ്പോഴത്തേനും ഒരു വാക്ക് വരണമെന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിക്കണം. അപ്പം സംസാരം എന്ന് പറയുന്നത് സംസാരിച്ചില്ലെങ്കിലും ഇപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മുടെ ടോപ്പ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആർക്കും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ കുറച്ച് നേരം നോക്കിയെന്നാൽ തന്നെ മനസ്സിലാവും ഇത് കോപ്പറേറ്റ് ചെയ്യാനാണോ കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടാണോ. അപ്പം നമുക്ക് കണ്ണുകളുകൊണ്ടും മുഖം ബോഡി ലാംഗ്വേജ് കൊണ്ടും ഫേഷ്യൽ ലാംഗ്വേജ് കൊണ്ടും തന്നെ കുറേ സംസാരിക്കാം, കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭാഷയില്ലെങ്കിൽ പോലും ആ ഒരു സാധനം വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്, അത് വലിച്ചുകൊണ്ട് കൊണ്ടുപോയി കാണിക്കുന്നത്, അതൊക്കെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൈൽ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ റെഡ് ഫ്ലാഗ്സ് നമുക്ക് തെളിയും, ഫസ്റ്റ് ഇയർ തൊട്ടേ തെളിയും. പിന്നെ ചിലർ ഒരു റെസ്ട്രിക്റ്റീവ് റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്, കൈയിട്ട് മൂവ് ചെയ്യുന്നത്, ചെവിയിട്ട് തട്ടുന്നത്, അതാണ് മൂന്നാമത്തെ ഓട്ടിസത്തിലുള്ള മൂന്നാമത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് റെപ്പറ്റേറ്റീവ്. അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും 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 ചെയ്യുന്നതിൽ അവർക്കൊരു താല്പര്യക്കുറവില്ല. അപ്പം ഇതിൻ്റെ സൂചനകൾ ഫസ്റ്റ് ഇയർ തൊട്ടേ കിട്ടും. അത് ഈ റുട്ടീൻ അസസ്മെൻറ്റ് വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഹൈ അലേർട്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നേരത്തെ പിക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആദ്യത്തെ 2 വർഷം ഡയഗ്നോസിസ് സ്ഥിരീകരിക്കാനല്ല നോക്കുന്നത്. ഈ ഡയഗ്നോസിസിനുള്ള കാരണം എന്തായിരുന്നു, ഈ ഡയഗ്നോസിസ് കയറി വരാനുണ്ടായിരുന്ന അവരുടെ സാഹചര്യം എന്തായിരുന്നു, അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടും ഓട്ടിസം അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഫീഷ്യൽ ഡിസോർഡർ ഭാഗമായിട്ടും ഒക്കെ കയറി വരുന്ന അസുഖങ്ങളുണ്ട്. അതൊക്കെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താനൊക്കെയാണ് ഫസ്റ്റ് 2 ഇയേഴ്സ്, അതായത് ഡയഗ്നോസിസിന് മുമ്പേ നമ്മൾ ശ്രമിക്കുന്നത്. 3 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ലേബലിംഗ് അല്ല, ഒരു കൺഫർമേഷൻ എന്ന രീതിയിലാണ്. അതുവരെ വെയിറ്റ് ചെയ്യരുത്. ഡയഗ്നോസിസ് 3 വയസ്സല്ലേ ഉള്ളൂ, ഇപ്പം ഞാൻ ശ്രമിക്കാൻ തന്നെ വെയിറ്റ് ചെയ്യരുത്. പിന്നെ രണ്ടാമത് ഈ വെർച്വൽ ഓട്ടിസം വരുമ്പോൾ 1.5 വയസ്സ് വരെ കുഴപ്പമില്ലാഞ്ഞ കുഞ്ഞ്, ഇപ്പോൾ 2 വയസ്സായപ്പോൾ കുഞ്ഞുമുണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടർ 1 വയസ്സായപ്പോൾ അമ്മ എന്ന് വിളിച്ചായിരുന്നു, 1.5 വയസ്സായപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഉണ്ട്, ഞങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസ് ഉണ്ട്. 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ച് ഡൗണായി. അങ്ങനെയാണല്ലോ പണ്ട് MMR ആണ് ഓട്ടിസം ഉണ്ടാക്കുന്നത്, MMR ആണ് ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാഭാഗങ്ങൾ. അപ്പോൾ ഈ 1.5 വയസ്സ് കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിലെ ഡൈനാമിക്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു റെഗുലർ റുട്ടീൻ വീടാണെങ്കിൽ കുഞ്ഞ് കുറച്ചുകൂടെ ആക്റ്റീവായി തുടങ്ങി, കുഞ്ഞിന് കുറച്ചുകൂടെ മൊബിലിറ്റി വേണം, കുറച്ചുകൂടെ സ്പേസ് വേണം, കുറച്ചുകൂടെ അവസരങ്ങൾ വേണം. പക്ഷേ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. സ്ക്രീൻ ടൈം കൂടുന്നത്, ആ കൂടെ ഉണ്ടായിരുന്ന അമ്മ ചിലപ്പം തിരിച്ച് വർക്കിന് കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്തൊരു കുട്ടി ആ വീട്ടിൽ വന്നിട്ടുണ്ടാകും, ഒപ്പം ഉണ്ടായിരുന്ന ഗ്രാൻഡ് പേരൻസ് അത് കഴിഞ്ഞ് അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ തിരിച്ചു വിടുന്നു. അപ്പോൾ കുട്ടി കുറച്ചുകൂടെ സ്വന്തമായ ലോകത്തിലേക്ക് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളില്ലാഞ്ഞതുകൊണ്ട് എന്നുണ്ടായിരുന്ന സ്കിൽസ് കുറഞ്ഞു പോയി. അപ്പോൾ 1.5 വയസ്സ് കഴിയുമ്പോൾ മിക്കപ്പോഴും ഇത് പിക്ക് ചെയ്ത് വരുമ്പോഴാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് റിഗ്രസ് ചെയ്ത് ഉണ്ടായിരുന്ന സംസാരം പുറമോട്ട് വലിഞ്ഞത്. നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ തെറാപ്പീസ് ആണ് ഇന്ന് നമുക്ക് ഓട്ടിസത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്? ഓട്ടിസത്തിനല്ല, എല്ലാ ന്യൂറോബിയൽ ഇഷ്യൂസിനും അല്ല. ഓട്ടിസത്തിന് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സംസാരം പുറമോട്ട് നിൽക്കുന്നതുകൊണ്ട് സ്പീച്ച് തെറാപ്പി എല്ലാവരും ഹൈലൈറ്റ് ചെയ്യും. പിന്നെ ഓക്കുപ്പേഷൻ സ്പീച്ച് ഒറ്റ കൊടുക്കുന്നത് മാത്രമല്ല ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പറഞ്ഞു ഓട്ടിസം ഒരു ആഴ്ചയിൽ കിട്ടുന്ന 2-3 സെഷൻസോ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് സെഷൻ ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ ഹെൽപ്പ് അവിടെ സഹായിക്കും, പാരൻസിനെ ഗൈഡ് ചെയ്യാനും എല്ലാം. പക്ഷേ സ്പീച്ച് ഒറ്റയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, സമഗ്രമായ ആ വീട്ടിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, ആ വീട്ടിലാണ് കുഞ്ഞ് ബാക്കി സമയം 1/2 മണിക്കൂർ തെറാപ്പി കിട്ടുന്ന കുഞ്ഞിന് ബാക്കി 23.5 മണിക്കൂർ മേജർ തെറാപ്പിസ്റ്റായിട്ട് നിൽക്കുന്ന പേരൻസാണ്. അപ്പം ഓട്ടിസം എപ്പോഴും ഒരു ഫാമിലി ഓറിയൻറ്റഡ്, ഫാമിലി സെൻറ്റേർഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്. അതിന് കുറേ സെൻറ്റേഴ്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക ഒരു എക്സ്പേർട്ട്, ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ പോലുള്ള എക്സ്പേർട്ടിൻ്റെ അണ്ടർ നിന്നുകൊണ്ട് തന്നെ വേറൊന്നും നമ്മൾ മിസ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തെറാപ്പികൾ കണ്ടിന്യൂ ചെയ്ത് അവരെ മെയിൻ സ്ട്രീമിലേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് അവരെ വീടുകളിൽ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യേണ്ടത്? വീടുകളിൽ മാനേജ് വെച്ചാൽ ഏതൊരു നോർമൽ കുട്ടിയെ വളർത്തുന്ന പോലെ തന്നെ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി. കുഞ്ഞ് കുറച്ച് ഭാഗം നമ്മൾ പഠിക്കാൻ മോശമായ കുട്ടി എന്ത് ചെയ്യും, കൂടുതൽ പഠിപ്പിക്കും, വെറുതെ പഠിപ്പിച്ചോണ്ട് കണ്ടില്ല, ബേസ് തൊട്ട് തുടങ്ങി വീണ്ടും വീണ്ടും അതേ ട്രാക്കിലേക്ക് പോകും. അപ്പം സംസാരം പുറമോട്ട് നിൽക്കുന്ന കുഞ്ഞ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ സോഷ്യൽ ഓപ്പർച്യൂണിറ്റി, മനഃപൂർവ്വമായിട്ട് നമ്മൾ ആരെങ്കിലും ആ കുട്ടിയോട് നിന്ന് കൂടുതൽ സമൂഹമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മിസ് ചെയ്യാതെ ഈ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഈ ഓട്ടിസം എന്താ ചെയ്യണമെന്ന് ഇത് ലെവൽ പറയും, അതായത് ഡയഗ്നോസ് ചെയ്യുമ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞ് ഡയഗ്നോസിസ് സ്കോറുകളൊക്കെ വരും. അപ്പം അതിൽ ഏത് ലെവലിൽ പെടുന്ന അനുസരിച്ചിരിക്കും കുട്ടികൾക്ക് നമ്മൾ ഫാമിലീസിന് കൊടുക്കുന്ന ഗൈഡൻസും കാര്യങ്ങളും. പക്ഷേ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കുഞ്ഞിനെ എത്രയും മെയിൻ സ്ട്രീമിലേക്കാക്കാവോ. ഡിസബിലിറ്റി എന്ന് ടാഗ് ചെയ്ത് മാറ്റാൻ വേണ്ടിയല്ല, എത്രയും മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു നോർമൽ സ്കൂൾ ആവണമെന്നില്ല. നോർമൽ സ്കൂൾ ആവുന്നത് അത്രയും നല്ലത്. പക്ഷേ നോർമൽ സ്കൂളിൽ എന്ന സ്ട്രെസ്സ് അതല്ല ചെന്നാലും കുട്ടിയെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് കുഞ്ഞിനെ കയറ്റിവിടുന്ന ലെവലിൽ കുഞ്ഞിനെ കേപ്പബിളാക്കി എടുക്കുക എന്നുള്ളതാണ് തെറാപ്പി കൊണ്ട് എയിം ചെയ്യുന്നത്. അത് തന്നെയാണ് വീട്ടിൽ കൊടുത്തു വിടുന്ന ടിപ്സും. വീട്ടിൽ മാനേജ് ചെയ്യുമ്പം ഇത് ഈ ഓട്ടിസം എന്നുള്ള കുട്ടികൾ മാത്രമേ, എല്ലാ നോർമൽ കുട്ടികളും പറഞ്ഞാൽ റുട്ടീനാണ് മെയിൻ തിങ്, അവർക്ക് കൊടുക്കുന്ന റുട്ടീനും സാഹചര്യങ്ങളും. ഇപ്പോൾ പുതുതായിട്ട് പാരൻസ് ആയിട്ടുള്ളവർക്ക് ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അഡ്വൈസ് എന്തായിരിക്കും?
പുതുതായിട്ടായിട്ടുള്ള പേരൻസിന് പാരൻറ്റിങ് ഒരു ബ്ലെസ്സഡ് ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ലൈഫ് ലോങ് അവർ നിങ്ങളെ ഒന്നും പ്രതീക്ഷിച്ചിരിക്കില്ല. ആ കുട്ടികൾ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളുടെ ടൈമൊന്നും ഡിമാൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇനീഷ്യൽ ഇയേഴ്സിൽ നിങ്ങൾ കൊടുക്കുന്ന സമയവും ടൈമും നമ്മൾ പറയും, ഇത് നേരത്തെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാണ്. ആ കുട്ടികൾക്ക് അന്ന് കൊടുക്കുന്ന ഒരു 4 സമയം നമ്മൾ പറയും. ഒന്ന്, അവരുടെ കൂടെ കളിക്കാൻ ഉപയോഗിക്കുന്ന സമയം. പ്ലേ ടൈമാണ് അവരുടെ മേജർ ടൈം. പ്ലേ ആണ് അവരുടെ മെയിൻ ഓക്കുപ്പേഷൻ. കളിക്കാൻ പഠിപ്പിക്കുന്നത്. കളിക്കാൻ നിങ്ങൾ എത്ര വില കൂടിയ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കളിക്കാൻ ഇല്ലാതെ ഇരിക്കുന്നതും കളിക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു കൊടുക്കുന്നത് ആ ടോയ്സ് വെറുതെ ഷോ പീസസും. അപ്പം അവരുടെ കൂടെ നമ്മൾ കളിക്കാൻ തറയിലിരുന്ന്, ഫ്ലോർ ടൈം എന്ന് പറയുന്നത് തറയിലിരുന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം. അപ്പം നല്ലൊരു പ്ലേ ടൈം അവർക്ക് എന്നും കൊടുക്കണം. റുട്ടീൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പം ന്യൂ ജെൻ പേരൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഹെവിലി വർക്കിംഗ് ആണ്. ത്രൂ ഔട്ട് ദ ഡേ. അവർക്ക് തന്നെ ഒരു ഡേ നൈറ്റ് തിരിച്ചറിവൊന്നുമില്ല. ത്രൂ ഔട്ട് പ്ലഗ്ഡ് ഇൻ വർക്കിംഗ് ഷെഡ്യൂളാണ്. അപ്പം ഈ കുട്ടികളെ നമ്മളൊരു ഡേ നൈറ്റ് റുട്ടീൻ പഠിപ്പിക്കാൻ, റുട്ടീൻ ആ വീട്ടിലുണ്ടായിരിക്കണം. റുട്ടീൻ ഉണ്ടാകുന്ന വെച്ചാൽ 3 നേരവും എന്തെങ്കിലും ഫ്രഷ് ഫുഡ് കുക്ക് ചെയ്യുന്നൊരു വീടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കിപ്പോൾ ഈ കാലത്ത് ആഗ്രഹിക്കാൻ പറ്റുന്ന അധികമാണ്. അപ്പം ഞാൻ പറയും, നമ്മുടെ പേരൻസ് നിങ്ങളൊക്കെ ചെറുപ്പം നിങ്ങൾക്ക് എന്തോ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമുക്ക് മുമ്പേ ആക്റ്റീവായിരിക്കുന്ന ഒരു വീട്. ദോശയുടെ മണം അടിക്കുന്നുണ്ടാവും, ഒരു കുക്കറിൻ്റെ വിസിലടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതായത് നമുക്ക് മുമ്പേ പ്രോആക്റ്റീവ് ആയിരിക്കുന്ന ഒരു വീട്. ഇപ്പം മിക്ക വീടുകളിലും നടക്കുന്നത് രാത്രി നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് വളരെ ക്ഷീണിച്ച് കിടക്കുന്ന പേരൻസും കുഞ്ഞുങ്ങളുടെ ഒപ്പം എഴുന്നേൽക്കുന്ന പേരൻസും. കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഡേ റുട്ടീൻ. അപ്പം ഒരു റുട്ടീൻ ഇല്ലാത്തൊരു ലൈഫ്, അത് നിങ്ങൾ എത്രയും ഒരു നോർമൽ റുട്ടീൻ, നിങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. മൂന്നാമത് നമ്മൾ പറയും നല്ലൊരു ഉറക്കം. അത് ആ വീട്ടിൽ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് മസ്റ്റായിട്ട് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടാവണം. ഒരു 10 സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് 8 to 10 hours എങ്കിലും ഉറക്കം. ചെറിയ കുട്ടികൾക്ക് അതിലും കൂടുതൽ 12 to 14 hours വരെ ഉറക്കണം. അത് ഏതെങ്കിലുമൊക്കെ സമയം കിടന്ന് ഉറങ്ങിയാൽ പോരാ. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ കുട്ടികളും ഉണർന്നിരിക്കണം. എല്ലാവരും ഉറങ്ങുമ്പോൾ കുട്ടികളും ഉറങ്ങി. ഇപ്പം മിക്ക പേരൻസും 8 മണി 9 മണിക്ക് തിരിച്ച് ജോലിക്ക് വരുമ്പോഴത്തേന് വീട്ടിലുള്ള പേരൻസോ മെയ്ഡ്സോ കുട്ടിയെ ആ 5 to 6 പ്രൈം പ്ലേ ടൈമിൽ കിടത്തി ഉറക്കിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി 12 ആയാലും 1 ആയാലും 2 ആയാലും ഉറക്കം കിട്ടാത്ത കുട്ടികൾ. അപ്പം മൂന്നാമത് നല്ലൊരു സ്ലീപ്പ് ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം. അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഈ പേരൻറ്റിങ് എന്ന നിങ്ങളുടെ ജേണി ആ കുട്ടികളുമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് അവർ നമ്മൾ കാരണമല്ല അവർ ഈ ലോകത്തേക്ക് വന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു ഫാമിലി റീക്രിയേഷൻ എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാക്കാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കണം. ഫാമിലി ഉണ്ടാക്കിയില്ലെങ്കിൽ അവരെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ്, സോഷ്യൽ ഹ്യൂമൻ ബീങ്സിനെ ഇറക്കി വിടുക എന്നുള്ളത്. നാളത്തെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ആ തലമുറ സോഷ്യലിയൊക്കെ ഭയങ്കര ഹൈ ആണ്. അതായത് ഗ്ലോബലി എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അടുത്ത് നിൽക്കുന്ന വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീട്ടുകാരുമായിട്ടോ കണക്റ്റഡ് അല്ല. അപ്പം കണക്ട് ലോക്കലി, അത് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഗ്ലോബലാക്കാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കും ഇത് ഭയങ്കര വിലപ്പെട്ടതാണ്. ആൻഡ് ഐ വാണ്ട് ടു താങ്ക് യു ഡോക്ടർ റിൻസി ഫോർ ദിസ്. വൺസ് അഗെയിൻ നമ്മുടെ ഓൾ HP ടോക്സിൻ്റെ ടീമിൻ്റെ പേരിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഡോക്ടർ. ഓക്കെ. താങ്ക് യു.